ഇല്ല ലാലേട്ടാ ഇത് എന്റെ സ്റ്റാൻഡാണെന്ന് പറഞ്ഞൊക്കെ നിൽക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ വെളിയിലുണ്ട്. അങ്ങനെ ഒരു ക്രൂക്കഡ് മൈൻഡുള്ള വ്യക്തിയാണ് ലക്ഷ്മി. സബുമാൻ എന്ന വ്യക്തിയുടെ സെലക്ഷൻ വേറൊരാളുടെ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തിയെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, ആര്യനും ജിസണും തമ്മിൽ പറയാനാണെങ്കിൽ കുറെ കാര്യങ്ങളുണ്ട്, അത് ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞത്. ചെറുതിലെ എന്തെങ്കിലും ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായോ, ആ ട്രോമ കാരണമാണോ ഇഷ്ടമല്ല എന്ന് തോന്നുന്നത്. പക്ഷെ അതിനൊന്നും ലക്ഷ്മിക്ക് ഒരു ആൻസർ ഇല്ല, ഒന്നുമില്ല. പകരം ലക്ഷ്മി പഠിച്ചിട്ട് വന്ന കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നു. പ്രശ്നം ഉണ്ടായിരുന്നത് ഞാൻ എബിനോട് ഓൾറെഡി പറഞ്ഞിട്ടുമുണ്ട്. അതിനുശേഷം ഞാൻ എബിനോട് പേഴ്സണലി പറഞ്ഞാ ഇങ്ങനെ ആൾക്കാർക്ക് ഒരു ടോക്ക് ഉണ്ട്, യു ഷുഡ് ബി വെരി കെയർഫുൾ. എനിക്ക് അറിയാം നിന്റെ ലവ് ലാംഗ്വേജ് ഇതാണ്. അതിനാണല്ലോ ആളുകൾ മോഡേൺ കുലസ്ത്രീ എന്ന് പറയുന്നത്. എന്നെ അടിച്ചിട്ട് അപ്പാന് പുറത്തേക്ക് പോകണം, ആ പറയുന്ന സാധനത്തിൽ എത്രത്തോളം മൂർച്ചയുള്ള വാക്കുകളാണെന്ന് പറയുന്നുണ്ട്. പുലിയായിട്ട് അങ്ങനത്തെ ഒരാൾ അവിടെ ഇല്ല. റന എന്ന് പറയാൻ ജസ്റ്റ് നോയ്സ് ആണ്, ഇറ്റ്സ് നോട്ട് എ വോയിസ്. ലാലേട്ടൻ എല്ലാ സീസണിനെക്കാട്ടിലും അടിപൊളിയായിട്ടുണ്ട്, നല്ല ഫയർ ആയിട്ടാണ്. കണ്ടസ്റ്റൻസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. പലപ്പോഴും ബിഗ് ബോസിന് ദേഷ്യപ്പെട്ടിട്ടുണ്ട്, നിങ്ങളെ കൊണ്ട് ഞാൻ മടുത്തു, അല്ലെങ്കിൽ അങ്ങനെ എന്തോ ലൈനിൽ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഭാരം ചുമക്കുന്ന കഴിഞ്ഞായിട്ട് ഇപ്പൊ അതിനകത്ത് ആര്യനെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നെ ഇങ്ങനെ എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായി, അപ്പൊ എന്നെ ടച്ച് ചെയ്തതിന്റെ പ്രഷർ എനിക്ക് എന്തോ ഗുഡ് ടച്ച് ആണോ ബാഡ് ടച്ച് ആയിട്ട് ഫീൽ. അപ്പൊ ആരും ചോദിക്കുമ്പോൾ പേരും പറയുന്നില്ല. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസ് ഓണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. ഹായ്, ഹലോ, നമസ്കാരം. വൈൽഡ് കാർഡുകൾ പോയ സ്പീഡിൽ തിരിച്ചു വന്നു എന്നുള്ളൊരു ചെറിയ പ്രശ്നം നമുക്കുണ്ട് ബിഗ് ബോസിൽ. എന്നിരുന്നാലും എന്തുകൊണ്ട് അവർ തിരിച്ചെത്തി, എന്താണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ നമുക്കറിയാം. എൻ്റെ കൂടെ പ്രവീൺ ഉണ്ട്. വെൽക്കം ടു BB ടോക്സ്. നമസ്കാരം. നമസ്കാരം. എന്തുണ്ട്? സുഖം എന്ന് പറയാനില്ല, ഒരു ഇത്തിരി വിഷമത്തിലാണ്. വന്നിട്ട് 2 weeks ആയി ഞാൻ ബിഗ് ബോസ് വീട്ടിൽ പോയിട്ട്, രണ്ടാമത്തെ വീക്കിൽ എവിക്റ്റ് ആയിട്ട് തിരിച്ചെത്തിട്ടുണ്ട്. ഓക്കെ, പുറത്തിറങ്ങിയപ്പോൾ ഉള്ളൊരു അവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ വെളിയിൽ എനിക്കൊന്ന് എവിക്ഷൻ പോലും ലാലേട്ടൻ ഞാൻ എന്തോ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് കാർഡ് എടുത്ത് പറയുമായിരുന്നു, ഇതേപോലെ എവിക്റ്റ് ആയി എന്നുള്ളത്. മോനെ അടുത്ത ആഴ്ചത്തേക്ക് നിന്നില്ല, പ്രേക്ഷകരത് വിധി പ്രകാരം നീ എവിക്റ്റ് ആയി എന്ന് പറഞ്ഞു വരികയായിരുന്നു. അവിടുന്ന് എനിക്ക് തോന്നുന്നു കുറച്ചു നേരം ഞാൻ ഭയങ്കര ബ്ലാങ്ക് ആയിപ്പോയി, കാരണം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല. നമ്മളിപ്പം എവിഷനിലെ പ്രഡിഷൻ ലിസ്റ്റ് പിന്നെ ആൾ ഔട്ട് ആകും എന്നുള്ള സിറ്റുവേഷനിൽ പോലും പ്രവീൺ ഒന്നും പേര് വരുന്നില്ല അവിടെ. എന്തുകൊണ്ടായിരിക്കാന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് അതിന്റെ മെയിൻ റീസൺ ആയിട്ട് ഫീൽ ചെയ്തത് മസ്താനിനെ ലക്ഷ്മിനെ ഔട്ടാക്കാനായിട്ട്, മസ്താനിക്ക് ലക്ഷ്മിക്ക് എതിരെയുള്ള ഗെയിമേഴ്സ് ഇല്ലേ, അവരുടെ ആൾക്കാരെല്ലാരും സാബുമാന് വോട്ട് കൊടുത്തു. കാരണം എനിക്ക് വോട്ട് കിട്ടും എന്ന് ആൾക്കാർ പ്രതീക്ഷിച്ച് സാബുമാന് വോട്ട് കൊടുത്തു. അങ്ങനെ ആ വോട്ടിന്റെ ബേസിലായിരിക്കും ഞാൻ പുറത്തു പോയത്. അതെ. ഈ സീസണിൽ മാത്രമല്ല, കഴിഞ്ഞ കുറെ സീസണിൽ കണ്ടസ്റ്റൻസിന് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കളിച്ചുകൊണ്ട് വന്ന ആൾക്കാർ ഔട്ടായി പോയിട്ടുണ്ട്. അതിന് റീസൺ ഇത് തന്നെയാണ്. കാരണം വോട്ട് ഒട്ടും കിട്ടില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് വോട്ട് കൊടുത്ത് അവരെ സേഫ് ആക്കാൻ നോക്കും, അവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ ഔട്ടാക്കാനായിട്ട്. അങ്ങനെ പറയാം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസണിൽ എവിടെയോ മനീഷയ്ക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അവർക്ക് പവർ കയ്യിലുണ്ട്, അതുകൊണ്ട് അവർ സേഫ് ആണെന്ന് കരുതിയിട്ട് വോട്ട് കൊടുക്കാതെ അവർ അതേ വീക്കില് എനിക്കൊന്ന് സീസൺ 4 കുട്ടിയകില്ലേ, ആൾക്ക് ഇതേപോലെ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് റിയാസിനെ ഔട്ടാക്കാൻ വേണ്ടി ആൾക്കാരെല്ലാം കൂടെ വേറെ വീക്ക് പ്ലേയേഴ്സിന് വോട്ട് കൊടുത്ത് കുട്ടിയകിൽ ഔട്ടായി പോയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കരുതാം. എനിക്ക് തോന്നുന്നു ഒന്ന് പെർഫോം ചെയ്യാനുള്ള സ്പേസ് എത്തി നിൽക്കുമ്പോഴാണ് ഔട്ട് ആവുന്നത്. ഇവിടുന്ന് വിചാരിച്ചു പോയ എന്തെങ്കിലും സാധനം അവിടെ പോയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? കുറെ കാര്യങ്ങൾ. കാരണം എനിക്ക് സംസാരിക്കേണ്ടതായിട്ടും എനിക്ക് അവിടെ കുറെ ആൾക്കാർ ടാർഗറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ ടാർഗറ്റുകളെ ഒന്ന് ഷെയ്ക്ക് ആക്കാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ട് ഈ 14 ഡേയ്സും ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അവിടെ പോയിട്ട് ഞാൻ ഒന്നും ചെയ്യാതിരുന്നിട്ടില്ല, അതും എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. വെളി വന്ന് കഴിയുമ്പോഴായാലും, വെളി വന്ന് ഇറങ്ങി എനിക്ക് ഫോൺ കിട്ടുന്നത് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്ന ടൈമിലാണ്. ആ സമയത്ത് ഞാൻ എൻ്റെ കമന്റ്സ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എല്ലാവരും പ്രവീൺ കുറച്ച് നാളോട് നിൽക്കേണ്ടതായിരുന്നു, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നല്ല രീതിയിൽ ഗെയിമിലേക്ക് ആക്റ്റീവായിട്ട് വന്ന ആളാണെന്ന് പറയുമ്പോൾ ആ ഒരു യൂഷ്വലി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഒരു പേടിയുണ്ട്, നമുക്ക് നമ്മുടെ ഇമേജ് നെഗറ്റീവായി പോകുമോ, അല്ലെങ്കിൽ ആൾക്കാർ എങ്ങനെ അക്സെപ്റ്റ് ചെയ്തോ, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് എങ്ങനെ വന്നെന്നുള്ളത്. പക്ഷെ നോക്കുമ്പോൾ എനിക്ക് എല്ലാ തരത്തിലും നല്ല പോസിറ്റീവായിട്ടാണ്. എനിക്ക് തോന്നുന്നു അതും ശരിയാണ് പറഞ്ഞത്. കാരണം നെഗറ്റീവ് ആകാതെ തിരിച്ചു വന്ന ഒരാള്
പ്രവീൺ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അതെ അതെ അതെ, അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു എവിക്റ്റ് ആയതിനു ശേഷം എനിക്കുണ്ടായ സപ്പോർട്ട് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. എല്ലാവരും എന്നോട് വന്ന് എനിക്ക് ഒത്തിരി പേഴ്സണൽ മെസ്സേജസ് വരുന്നുണ്ട്, ആൾക്കാരെന്നെ വിളിക്കാറുണ്ട്, നമ്പറൊക്കെ തപ്പി പിടിച്ചിട്ട് ബ്രോ സോറി ഔട്ട് ആവുന്ന ഒട്ടും പ്രതീക്ഷയില്ല, ഞങ്ങൾക്ക് ഒത്തിരി വിഷമമായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതൊരു പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. നിങ്ങൾ കയറിയ വൈൽഡ് കാർഡ്സിലെല്ലാം പ്രധാനപ്പെട്ടതായിട്ടും നിങ്ങൾ ഗെയിം ചേഞ്ച് ചെയ്തു എന്ന് പറയാം, അത് പറയാതിരിക്കാൻ പറ്റില്ല. എങ്കിൽ പോലും കുറച്ചുകൂടി ആക്റ്റീവ് ആകാത്ത ആൾക്കാർ അതിനകത്തുണ്ട്. ഈവൻ ഞാൻ സാബുമോനെ തന്നെയാണ് പറയുന്നത്. സാബുമോൻ ഔട്ടാകാതെ അവിടെ ഇരിക്കുന്നുണ്ട്. അയാൾ പെർഫോം ചെയ്യുന്ന അയാളെ ഞങ്ങൾ കാണുന്നില്ല, ലൈവിലും കാണുന്നില്ല. ശരിക്കും സാബുമോൻ്റെ ഗെയിം എന്താണ് അദ്ദേഹം അവിടെ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഒന്ന്? എനിക്കൊന്നും പ്രത്യേകിച്ച് അറിയത്തില്ല. കാരണം രാവിലെ ഞങ്ങൾ മോർണിംഗ് സോങ് തുടങ്ങുന്നതിന് മുമ്പേ സാബു എഴുന്നേക്കും. സാബു എഴുന്നേറ്റ് വർക്കൗട്ട് ചെയ്യും, പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഞാൻ പിന്നെ സാബുവിനെ അങ്ങ് കാണാറില്ല. ഞങ്ങൾ പലപ്പോഴും ഞാൻ വീട്ടിൽ തന്നെ പലപ്പോഴും സാബുമാനെ എവിടാന്ന് നോക്കിയിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും ഞങ്ങൾക്ക് റീഗൽ ജുവലേഴ്സിന്റെയും ഒരു ഉജാലയുടെയും ഒരു ബീൻ ബാഗ് ഉണ്ട്, അതാണ് എല്ലാവരും ഇരിക്കുന്നത്. ചിലപ്പോൾ അവിടെ കാണാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കാണാം. ഇവൻ വഴക്കുകൾ നടക്കുമ്പോൾ പോലും ഇപ്പൊ സാബുമാനെ നീ സംസാരിക്കുകയെന്ന് പറഞ്ഞാൽ പോലും ആള് മിണ്ടാതെ. അല്ല, ഇപ്പൊ നിങ്ങൾ കാണുന്നില്ല, ഞങ്ങൾ ഒട്ടും കാണുന്നില്ല. സാബുമോൻ എന്ന വ്യക്തിയുടെ പേര് ലാലേട്ടൻ സാറ്റർഡേ സൺഡേ വന്ന് വിളിക്കുമ്പോൾ മാത്രമേ അറിയുന്നുള്ളൂ അങ്ങനെ ഒരു വ്യക്തി ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു സെലക്ഷൻ, സാബുമോൻ എന്ന വ്യക്തിയുടെ സെലക്ഷൻ വേറൊരാളുടെ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തിയെന്ന് തോന്നുന്നുണ്ടോ? ഒരു ഗെയിം എന്നുള്ള ഫാക്ടറിൽ എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ സൊസൈറ്റിയുടെ റിഫ്ലക്ഷനാണ്. സൊസൈറ്റിയിൽ പല പല ആൾക്കാരുണ്ട്, അവരുടെ എല്ലാ റിഫ്ലക്ഷനാണ് അവിടെ വരുന്നത്. സാബുമാനെ പോലെ കാമായിട്ട് ഇങ്ങനെ ഇതിലൊന്നും ഇടപെടേണ്ടെന്നിരിക്കുന്ന ആൾക്കാർ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ചിലപ്പോൾ അവരുടെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും സാബു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രവീൺ അകത്തുള്ളതിനെ കഴിഞ്ഞും പുറത്തിറങ്ങി എയർപോർട്ടിലൊരു ബൈറ്റ് കൊടുത്തു. അത് ഭയങ്കര ചർച്ചയാണ്. ടിൽ നൗ അത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അൻമോൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്, ജിസേലും ആര്യനും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അത് സത്യമാണോ അല്ലയോ എന്നുള്ളതിന് ജനങ്ങൾക്ക് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. പക്ഷെ ലാലേട്ടൻ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതിനുള്ളിൽ മത്സരിച്ച ഒരു വ്യക്തി വന്നിട്ട് പറയുന്നു അവർ തമ്മിൽ പല റിലേഷൻഷിപ്പും ഉണ്ട്. എന്താണ് വാസ്തവം? അത് വാസ്തവം എന്ന് വെച്ചാൽ ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഇത്രയും മീഡിയാസ് ഉണ്ട് നമ്മളുടെ അടുത്ത്. അപ്പൊ പലരും പല ക്വസ്റ്റ്യൻസ് ഒരുമിച്ചാണ് ചോദിക്കുന്നത്. ആദ്യം എനിക്ക് ഓർമ്മയുണ്ട് ബോളിവുഡിന്റെ സ്ട്രാറ്റജിയാണ് അവർ പിടിക്കുന്നത്, അനുമോള് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ്. എനിക്ക് വരുന്ന ഒരു 3-4-5 ക്വസ്റ്റ്യൻസ് ഒരുമിച്ചാണ് വരുന്നത്. അപ്പൊ അതിനെല്ലാം കൂടെ ആൻസർ ആയിട്ടാണ് കൊടുത്തത്. ഇതിൽ ഞാൻ പറയുന്നത് ഞാൻ അനുമോള് പറഞ്ഞിരിക്കുന്ന ആ ഒരു സീൻ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അതിനെ കുറിച്ച് അറിയത്തുമില്ല. പുറത്തുനിന്ന് നിങ്ങളെ പോലെ തന്നെ കണ്ടിട്ട് കയറിയ ആളാണ്. അപ്പം ഞാൻ അനുമോള് പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞത് ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യമാണ് പറഞ്ഞത്. പക്ഷെ ഇതെല്ലാം കൂടെ ഒരൊറ്റ ലൈനിൽ വന്നപ്പം ഇത് കണക്റ്റഡ് ആയതാണ്. പിന്നെ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, ആര്യനും ജിസനും തമ്മിൽ പറയാനാണെങ്കിൽ കുറെ കാര്യങ്ങളുണ്ട്, അത് ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞത്. അവിടെ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏത് തരത്തിൽ പോകുന്ന എനിക്കും അറിയത്തില്ലായിരുന്നു. ഞാൻ പ്യുവർലി പറയാൻ ഉദ്ദേശിച്ചത് മറ്റേ ആംഗിളിലൂടെ അല്ല. അവർ പക്ഷെ ഭയങ്കര തിക് ഫ്രണ്ട്സ് ആണ്. ആര്യനും ജിസേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള രണ്ടുപേരാണ്. കാരണം ആര്യലിന് ഫുഡ്, ഇവർ ഒരുമിച്ചാണ് ഫുഡ് കഴിക്കുന്നത്. ഒരാൾക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ വേറൊരാളുടെ പ്രശ്നം വരും, അങ്ങനെ രീതിയിലാണ്. അല്ലാതെ നമ്മൾ കാണാത്തതായിട്ട് ലാലേട്ടൻ പറഞ്ഞൊക്കെ കറക്റ്റാണ്. കാരണം അവിടെ അത്രയും ക്യാമറകളുണ്ട്, ക്യാമറകളില്ലാതെ ഒന്നും സംഭവിക്കത്തില്ല. അങ്ങനെ ഒരു ആംഗിൾ അതിലില്ല. പക്ഷെ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് ചോദിച്ചു, അപ്പൊ അതിനെല്ലാം കൂടെ ആൻസർ പറഞ്ഞപ്പോൾ ഒരൊറ്റ നറേറ്റീവ് ആയി പോയതാണ്. അല്ലാതെ അവർ തമ്മിൽ വേറെ എന്തെങ്കിലും ഉണ്ടെന്നോ വേറെ റിലേഷൻഷിപ്പ് ഉണ്ടെന്നോ ഒന്നും ഞാനങ്ങും പറയുന്നില്ല. അതുപോലെ തന്നെ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടു എന്ന് വിചാരിക്കുന്നു. റേന ഫാത്തിമ ആര്യനെതിരെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അയാൾ ചെയ്തത്, അതായത് റേന ഫാത്തിമ കിടക്കുമ്പോൾ അതിന്റെ മുകളിലേക്ക് വന്ന് കിടക്കുന്നു. അതിന്റെ വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ കാണുന്ന വ്യക്തികൾക്ക് അത് കുറച്ച് വൾഗറായിട്ടാണ് ഫീൽ ചെയ്യുക. ശരിക്കും അങ്ങനെ ഒരു കാര്യം ആര്യൻ്റെ സൈഡിൽ നിന്ന് വരാനുള്ള സാധ്യതയുണ്ടോ? ആര്യനെ പറ്റി ഇതേപോലത്തെ ഉള്ള സെയിം കംപ്ലൈൻറ്റ് ആവർത്തിക്കുന്നുണ്ട്. ശരിക്കും അങ്ങനെ ഒരു സാധനം ആര്യൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുക എന്നുള്ള സാധ്യതയുണ്ട്? ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ സിറ്റുവേഷൻ നടന്നിട്ടില്ല. ഞാൻ എപ്പിസോഡ് ഫുള്ളി കണ്ടിട്ടുമില്ല, കുറച്ച് പോർഷൻസ് ഞാൻ കണ്ടിട്ടുള്ളൂ. കാരണം ഞാൻ തിരക്കായിരുന്നു. വന്നതിന് ശേഷം നമ്മൾ ആ വീട്ടിൽ നിന്ന് മാറി നിന്നതിൻ്റെ ഒരു ഇതിൽ നിൽക്കുകയാണ്. പക്ഷെ ആര്യൻ അങ്ങനെ ഒരു, എനിക്കിതിൽ അറിയത്തില്ല. റെനയ്ക്ക് ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റെനയുടെ ആയിരിക്കും. കാരണം എപ്പോഴും ഞാൻ പറയുന്നത് നമുക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് ആ കാര്യം പറയണം. മൂന്നാമതൊരാൾക്ക് അത് പറയാൻ പറ്റില്ല. പക്ഷെ ആര്യന്റെ സൈഡിൽ നിന്ന് ആര്യൻ ഒരു ഫൺ ലവിങ് ആളായിട്ടാണ് കാണുന്നത്. ആൾക്ക് എപ്പോഴും ചിരിച്ച് കളിച്ച് എന്തിനും ജോക്സ് പറയുന്ന ഒരാളാണ്. അപ്പം ആര്യൻ എന്താ അങ്ങനെ ചെയ്തെന്നുള്ളതിന് എനിക്കൊരു കമന്റ് ഇല്ല പ്രത്യേകിച്ച്. ഈ CID ആണ് അനു എന്നാണ് എപ്പോഴും പറയാറുള്ളത്. പക്ഷേ അനു ഒരു കാര്യം, 1-2 കാര്യങ്ങൾ പറഞ്ഞതൊക്കെ അനുവിന് നെഗറ്റീവായിട്ടാണ് റിഫ്ലക്ട് ചെയ്തത്. ശരിക്കും അനു പറയുന്ന ഏതെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും ഒരു വാസ്തവം ഉണ്ടോ? എന്തായിരിക്കും അനുമോളുടെ ഗെയിം പ്ലാൻ?
അനുമോളുടെ പല കാര്യങ്ങളിലും എനിക്ക് വിയോജിപ്പുണ്ട്. അതൊക്കെ ഞാൻ ആ ഷോയ്ക്കകത്ത് പറഞ്ഞിട്ടുമുണ്ട്. അനുമോളുടെ ഗെയിം സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ മാക്സിമം എനിക്ക് തോന്നുന്നു കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടി വന്നിട്ടുള്ളതാണ്. പലവട്ടം പറയുന്നത് കേട്ടുണ്ട്, കുടുംബ പ്രേക്ഷകർ ഇതെന്ത് കണ്ട് എങ്ങനെ എടുക്കും, നമ്മുടെ അച്ഛനമ്മമാരും അമ്മൂമ്മമാരും കാണുന്ന ഒരു ഷോ ആണ്, നമ്മൾ അതിനുവേണ്ടി നിൽക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കണം, അല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു കുടുംബ പ്രേക്ഷകരെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് വന്നൊരു കണ്ടസ്റ്റന്റ് ആണ്. അതിനാണല്ലോ ആളുകൾ മോഡേൺ കുലസ്ത്രീ എന്ന് പറയുന്നത്. അതെ, ഞങ്ങൾ ആ വീട്ടിൽ അങ്ങനെ വിളിക്കുമായിരുന്നു, മോഡേൺ കുലസ്ത്രീ, ഫേക്ക് കുലസ്ത്രീ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. ഈ പ്ലാച്ചി ഒരു അൺലക്കി സാധനമാണ്, പ്രോപ്പർട്ടി ആണെന്ന് പറയുന്നുണ്ട്. ആ പ്ലാച്ചീനെ സ്നേഹിച്ച അല്ലെങ്കിൽ പ്ലാച്ചീനെ കയ്യിലെടുത്ത ആൾക്കാരൊക്കെ ഔട്ടായി എന്ന് പറയുന്നുണ്ട്. അതിൽ വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് വിശ്വസിക്കുന്നില്ല. പ്ലാച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര നല്ല രസമുള്ള ഒരു ക്യാരക്ടറാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾക്ക് ഭയങ്കര കണക്ഷനാണ് പ്ലാച്ചിയുമായിട്ട്. അതിനെ കാണാതെ പോയി കഴിഞ്ഞാൽ വിഷമമാവും. എന്നിട്ട് എപ്പോഴും ഒരു ദിവസം കുളിപ്പിച്ചൊക്കെ വെയിലത്തുണക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഭയങ്കര കാര്യമായിട്ടാണ് നോക്കുന്നത്. അങ്ങനെ എനിക്ക് അൺലക്കായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫൺ നറേറ്റീവ് ആണ് അതെല്ലാം. പക്ഷേ അതിനെ കൈകൊണ്ടെടുത്ത ഒരു മാൻഡ്രിക്ക് പോലെയാണ് ഇപ്പം ജനങ്ങൾ അതിനെ കാണുന്നത്. ഇപ്പം അപ്പാനി ശരത്ത് അതിനെ പറ്റി സംസാരിച്ചു, മീൻസ് അത് ആ പ്രോപ്പർട്ടി എടുത്ത സമയത്ത് പുള്ളി ഔട്ടായി. അതിന് മുന്നുള്ള ആൾക്കാര് പലരും അങ്ങനെ ഔട്ടായി പോയിട്ടുണ്ട്, ചൈത്യ അങ്ങനെയൊക്കെ. അപ്പൊ ഞാനും പ്ലാച്ചിനെ എടുത്തിട്ടുണ്ട്. ഔട്ടായി ഇവിടെ വന്നിരിക്കുന്നു. ഇല്ല, അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ തമ്മിലൊരു പ്രത്യേക കോംബോ ഉണ്ട്, അതിനെ ആളുകൾ ആഘോഷിച്ചു തുടങ്ങിയിരുന്നു. ലവ് ട്രാക്ക് പിടിക്കുന്നു എന്നുള്ളൊരു സംസാരം വന്നു തുടങ്ങിയിരുന്നു. ഒരു സ്പെഷ്യൽ കണക്ഷൻ അനുമായിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി എനിക്ക് സ്പെഷ്യൽ കണക്ഷൻ ഉണ്ട്. എനിക്ക് വീടിനകത്ത് കയറുന്ന സമയത്ത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാഞ്ഞൊരു സ്ട്രാറ്റജി അനുമോളുടെ ആയിരുന്നു. പക്ഷെ അകത്ത് കയറി കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കോൾ ഔട്ട് ചെയ്തതും അനുമോളുടെ സ്ട്രാറ്റജിയാണ്. ഞാൻ വെനമോൾ എന്നായിരുന്നു വിളിക്കുന്നത്. കാരണം അവിടെ വിഷം ചീറ്റും, നീ ഇവിടെ പോയി വിഷം ചീറ്റും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്കുണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളും അനുമോളായിട്ടുണ്ടായിട്ട്. പക്ഷെ ഇതൊക്കെ കൂടുമ്പോഴും നമുക്കൊരു കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ട്, കുറെ സംസാരിച്ചിട്ടുണ്ട്. അനുമായിട്ട് അത്യാവശ്യം നല്ലൊരു സ്പെഷ്യൽ ബോണ്ടിങ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനെ വെളിയിൽ ഞാൻ നോക്കുന്ന സമയത്ത് ഈവൻ എന്റെ എക്സിറ്റ് വീഡിയോയിൽ പോലും അനു ഞാനും തമ്മിലുള്ള മൊമെന്റ്സ് ഒരു പ്രത്യേക കാണിച്ചിട്ടുണ്ട്. ലവ് ട്രാക്ക് എന്നുള്ളൊരു സാധനം ഫോം ചെയ്ത് വരുന്നുണ്ടായിരുന്നു പുറത്ത്. വെളിയിൽ അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ അകത്ത് ഞങ്ങൾ ഒരു സ്പെഷ്യൽ ബോണ്ടിങ് ആയിരുന്നു. സ്പെഷ്യൽ ബോണ്ടിങ് ആണ് നമുക്ക് അറിയേണ്ടത്. ഈവൻ ഒരു ലവ് ട്രാക്ക് പിടിക്കാൻ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ ലവ് ട്രാക്ക് അങ്ങനൊന്നും ഇല്ല. പക്ഷെ ഒരു നല്ല ഫ്രണ്ടാണ്, നല്ലൊരു ഫ്രണ്ടാണ് എനിക്ക് അനു. കാരണം അതിലിപ്പം സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ വഴക്ക് നടക്കുമ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, കിച്ചണിൽ വെച്ചിട്ട് ഞാൻ ഒരു ദിവസം മീൻകറി ഉണ്ടാക്കിയപ്പം അനുവിനെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ക്യാരറ്റ് എടുത്തുകൊണ്ട് പോയ സമയത്ത് അനുവിനോട് ഞാൻ ഷൗട്ട് ചെയ്ത് ഫുഡ്. കാരണം ബാക്കിയുള്ളവരോട് പറയുമ്പോൾ പിന്നെ അവർ വേറെ ലെവലിലേക്ക് മാറ്റും എന്നറിയാം. പക്ഷെ അനുവിനോട് ഞാൻ ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാറിയിട്ട് അനു ഇതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചത്, ആ സിറ്റുവേഷൻ കാരണം അനു അണ്ടർസ്റ്റാൻഡ് ചെയ്യും എന്നുള്ള രീതിയിൽ എടുത്തത്. അപ്പൊ ആ ഒരു ലെവൽ ഓഫ് കംഫർട്ട് അനുവിന്റെ അടുത്തുണ്ടായിരുന്നു. ആദിലയും നൂറയും ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ബോണ്ടിങ് ആണ് കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം സംസാരിച്ചത്. ഇവരുടെ ബോണ്ടിങ്ങിനെ പറ്റി ലക്ഷ്മി സംസാരിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അവിടെ നിന്ന് കണ്ട് ഇൻസിഡന്റ് എല്ലാം മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ന നിലയിൽ ലക്ഷ്മിയുടെ ആ സ്റ്റേറ്റ്മെന്റിനോട് എങ്ങനെയാ യോജിക്കുന്നുണ്ടോ? ഞാൻ ഒരു തരത്തിലും യോജിക്കുന്നില്ല. കാരണം ഞങ്ങൾ എൻട്രി ആയി കഴിഞ്ഞതിന് ശേഷം വയൽക്കാട് എൻട്രി ആയിരിക്കും 2-3 മണിക്കൂർ ഞങ്ങൾ ഡ്രസ്സ് മാറി വന്ന സമയത്ത് ലക്ഷ്മി ഇതേപോലെ ഞങ്ങളുടെ ലിവിംഗ് റൂമിൽ ഇരുന്നിട്ട് ആദില നൂറയോട് പറയുന്നുണ്ട്, ഇതേ കാര്യം പറഞ്ഞു. എന്റെ കുഞ്ഞിനെ ഞാൻ കാണിക്കത്തില്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത് ഇൻഫ്ലുവൻസ് ആവും. ഞാൻ ആ ഒരു കോൺവെർസേഷന്റെ പാർട്ട് പോലും അല്ല ഇരുന്നിട്ട് ഞാൻ ചെന്നിട്ട് ഞാനൊരു ലക്ഷ്മി നമ്മളൊരു ഹീറ്റഡ് ആർഗ്യുമെന്റ് ഉണ്ടായി അവിടെ. ആദ്യം മുതലേ ലക്ഷ്മിയുടെ ഈ ഒരു പ്രവൃത്തിയോട് എനിക്ക് പ്രവൃത്തിയല്ല, ഒരു ഐഡിയോളജിയോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം ഒരിക്കൽ പോലും നമ്മൾ സമൂഹത്തിൽ നിന്ന് ഇങ്ങനെ മാറ്റി നിർത്തേണ്ട ആൾക്കാരോ അങ്ങനെ ഒന്നും ആൾക്കാരല്ലാതെ ലക്ഷ്മി പിന്നെയും ഒരു ഇത്രയും വലിയ 3.5 കോടി 4 കോടി ആൾക്കാർ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് അതിങ്ങനെ തെറ്റാണ്, എന്റെ കുഞ്ഞുങ്ങള്. ലക്ഷ്മിക്ക് ഒരു പ്രശ്നം എന്താ വെച്ചാൽ ലക്ഷ്മിക്ക് അതിനെക്കുറിച്ച് പറയാൻ ഒരു 3-4-5 വാക്കുകളേ ഉള്ളൂ. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അത് എവിടുന്ന് പഠിച്ചു വന്ന 2-3 വേർഡ്സ് ആണത്. അതെ ഇപ്പൊ പറയാം, എന്റെ കുഞ്ഞ് ഇൻഫ്ലുവൻസ് ആവും, ഇത് സമൂഹത്തിന് തെറ്റാണ്, നോർമലൈസ് ചെയ്യരുത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു 3 കാര്യങ്ങളല്ലാതെ ലക്ഷ്മി അതിനെക്കുറിച്ച് മിണ്ടത്തില്ല. പക്ഷെ ഞാനൊന്ന് ആർഗ്യുമെന്റ് ഉണ്ടായ സമയത്ത് ലക്ഷ്മിയോട് ക്ലിയർലി ചോദിച്ചു, ലക്ഷ്മി എന്തുകൊണ്ടാ കാര്യം, ലക്ഷ്മിക്ക് ഇനി ചെറുതിലെ എന്തെങ്കിലും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായോ, ആ ട്രോമ കാരണമാണോ ഇഷ്ടമല്ല എന്ന് തോന്നുന്നത്. പക്ഷെ അതിനൊന്നും ലക്ഷ്മിക്ക് ഒരു ആൻസർ ഇല്ല, ഒന്നുമില്ല. പകരം ലക്ഷ്മി പഠിച്ചിട്ട് വന്ന കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അതിനെ ബാക്ക് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയണ്ടേ. ഈ ഒരു സർട്ടൻ കാര്യങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ, അതൊന്നും ഇല്ലാതെ ലക്ഷ്മി ഇങ്ങനെ പെട്ടെന്ന് പറയുമ്പോൾ അതുണ്ട്. ആദിലയും നൂറ എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യയിലെ നമ്പർ 1 ഷോയിലാണ് നിൽക്കുന്നത്. അവിടേക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ അതിനൊരു റീസൺ ഷോ ക്രിയേറ്റേഴ്സ് ഉണ്ടാവും, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് പുറത്തുമുണ്ട്. അപ്പം അങ്ങനെ ഒരു റിലേഷൻഷിപ്പ്
ഒരു പ്രവീൺ എന്ന വ്യക്തി എങ്ങനെ നോക്കിക്കാണും? ഞാനതിനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കാണുന്നുണ്ട്. കാരണം നിങ്ങൾക്കത് നമ്മളത് ഷോയ്ക്കകത്ത് കാണുന്ന, വെളിയിൽ നിന്ന് കാണുന്നില്ല, അകത്ത് പോകുമ്പോൾ അവർ തമ്മിലുള്ള ബോണ്ടിങ് കാണണം. ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ട് അതിലേക്ക് ഇതുപോലെ ചെറുതായിട്ട് പനി വന്നു. പനി വരുന്ന സമയത്ത് നൂറ ടേക്ക് കെയർ ചെയ്ത രീതിയുണ്ട്. കഞ്ഞി കൊണ്ട് കൊടുക്കുക, ഒരു ഭയങ്കര സ്നേഹമാണ് അവർക്ക്. ഇങ്ങനെ നമ്മൾ സ്നേഹം ഒഴുകുക എന്ന് പറയത്തില്ല, അത് പല നിങ്ങളത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ചാനലിൽ വരുന്നതാണെങ്കിൽ നമുക്ക് അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. 1 hour എപ്പിസോഡ് അല്ലേ ഉള്ളൂ അതിൽ വരുമ്പോൾ കാണിക്കാനുള്ളത്. പക്ഷെ അതല്ലാതെ രീതി നോക്കുമ്പോൾ ഭയങ്കരമായിട്ടൊരു സ്നേഹമുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലൊരു സന്തോഷം തോന്നുന്നുണ്ട്. ലക്ഷ്മി, ഇപ്പം നിങ്ങളുടെ അടുത്ത് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു, അതിലെ നൂറയെ പറ്റിയിട്ട് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാരെന്നൊക്കെ ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ലക്ഷ്മിയുടെ ഇൻസ്റ്റാഗ്രാം ഓർ ഫേസ്ബുക്ക് സെർച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട, അതായത് ഇതുപോലെയുള്ള 2 വ്യക്തികളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ലക്ഷ്മി എവിടുന്നോ എന്തോ കാര്യത്തിൽ ട്രെയിൻഡ് ആണ് എന്നുള്ളൊരു സാധനം ഇവിടെ പ്രൂവ് ചെയ്യുക ചെയ്യപ്പെടുന്നത്. കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ലക്ഷ്മിയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഇങ്ങനെ ഒരു സാധനം അങ്ങനെ ഒരു സാധനം കിടക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള സമയത്ത് ലക്ഷ്മിനെ എങ്ങനെ ആയിരിക്കാം ട്രെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ലക്ഷ്മി എന്താണ് ഉദ്ദേശിക്കുന്നത്, അവിടെ എന്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് ഇതിന് ഹോമോഫോബിക് ആയിട്ട് ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. ചിലപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ടി രീതി സംസാരിച്ച് കഴിഞ്ഞാൽ വോട്ട് കുറെ വരും. എനിക്ക് വെളിയിൽ സപ്പോർട്ട് ഉണ്ടാവുന്ന ആൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും. കാരണം ഞാൻ പറയുന്നുണ്ട്, ഈ കാര്യത്തിൽ ഒരു ഡീപ്പായിട്ടൊരു കോൺവെർസേഷന് പോകാൻ ലക്ഷ്മിക്ക് പറ്റില്ല. കാരണം ഞാൻ അന്ന് സംസാരിച്ച കോൺവെർസേഷനിലായാലും പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ലക്ഷ്മി സംസാരിക്കുന്നതിൽ മനസ്സിലായത് സെറ്റ് ഓഫ് പഠിച്ചു വന്ന കാര്യങ്ങൾ തിരിച്ചും മറിച്ചും പറയുന്നതല്ലാതെ ലക്ഷ്മി പറയുന്നില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ഒരു സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ഇട്ടുണ്ടെന്ന്. ആ ലക്ഷ്മി തന്നെ ലാലേട്ടൻ ഇതുപോലെ ഷൗട്ട് ചെയ്തിട്ട് ബ്രേക്ക് എടുത്തിട്ട് പോയിരുന്നു. ബ്രേക്ക് എടുത്തിട്ട് പോയിട്ട് ഞങ്ങൾ ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, എനിക്ക് ബൈസെക്ഷൽസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്, അവരെന്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണ്, പക്ഷെ ഞാൻ അതിനെ നോർമലൈസ് ചെയ്യത്തില്ല. പിന്നെ ഒന്നിൽ എന്തോ വിഷയവുമായി ബന്ധപ്പെട്ട സംസാരത്തിലും എനിക്ക് സോറി പറയുന്ന സമയത്ത് എനിക്ക് ഇതേപോലെ ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതപ്പോ ലക്ഷ്മിക്ക് ഒരു ഇതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഗെയിമിന് കയറുന്നതിന് മുമ്പ് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും, ഇതേപോലെ LGBTQ കമ്മ്യൂണിറ്റിക്കെതിരെ നിൽക്കണം, അതെന്ന് കഴിഞ്ഞാൽ മാസമായിട്ട് ഇവരുടെ സപ്പോർട്ട് വരും. ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ. അത് അങ്ങനെ ലക്ഷ്മി ലാലേട്ടൻ പറഞ്ഞിട്ടും ഇല്ല ലാലേട്ട ഇത് എന്റെ സ്റ്റാൻഡാണെന്ന് പറഞ്ഞൊക്കെ നിൽക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ വെളിയിലുണ്ട്. മാസ് റീലൊക്കെ ഇട്ട് ക്രൗൺ ഒക്കെ തലയിൽ വെച്ചിട്ടുള്ള റീൽസ് വരുന്നുണ്ട്. സോ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആയിരിക്കും ഡെഫിനറ്റ്ലി. കാരണം ഇത് പറഞ്ഞതിന്റെ പേരിൽ എനിക്ക് ഇൻബോക്സിൽ നല്ല ചീത്തവിളിയും തെറിവിളിയും വരുന്നുണ്ട്. അത് ഒറിജിനൽ അക്കൗണ്ടിൽ നിന്നല്ല വരുന്ന എല്ലാം ഫേക്ക് അക്കൗണ്ടിൽ നിന്നെല്ലാം വന്ന് ഭയങ്കരമായിട്ട് അബ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ തന്നെ മനസ്സിലായി. അല്ല, ലക്ഷ്മിയുടെ ഗെയിമിനോട് ഞാനും യോജിക്കുന്നില്ല. അല്ലെങ്കിൽ പറയാൻ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ തക്കതായ കാരണങ്ങൾ കയ്യിലുണ്ടാവണം. ഒന്നിനുമില്ല, ഒരു കാര്യം പറയുന്നു, അത് മാസമായിട്ട് പറഞ്ഞിട്ട് പോയി എവിടെയെങ്കിലും ഇരിക്കുന്നു എന്നുള്ള രീതിയാണ്. അതേപോലെ തന്നെ ഒനിയൽ വിഷയത്തില് ഇത്രയും ആ സാധനത്തിനെ വഷളാക്കിയത് ലക്ഷ്മിയാണെന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ നടക്കുമ്പോൾ ഞാൻ അതിലുണ്ട്. കാരണം പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്ന തൊട്ട് മുമ്പ് ഞങ്ങൾ ഗാർഡൻ ഏരിയയിൽ ബീൻ ബാഗിലെല്ലാം ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മസ്താനിക്ക് അപ്പൊ അത് കോണ്ടന്റ് ആക്കണമെങ്കിൽ മസ്താനി അവിടെ നിന്ന് പറഞ്ഞാണ് ഞാൻ ഇവരോട് സംസാരിക്കും. കാരണം മസ്താനിയുടെ നേച്ചർ എനിക്കറിയാം, എന്തായാലും ഡെഫിനറ്റ്ലി സംസാരിച്ചാൽ അവർക്കറിയാം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നവും കോണ്ടന്റുകൾ വെളിയിൽ ഔട്ട് ആവും അറിയാനിട്ടും. പക്ഷെ മസ്താനി അതൊന്നും നമ്മളോട് പറഞ്ഞില്ല. അതിനുശേഷം ഞങ്ങൾ റൂമിനകത്ത് കയറി, എനിക്കത് രാത്രിയായ ഒരു 1:30 സംതിങ് എന്തോ ആയി, നമുക്ക് ടൈം അറിയില്ല. ലൈറ്റ് എല്ലാം ഓഫായി. ഞങ്ങള് ഒത്തിരി ലേറ്റ് ആയിട്ട് കുളിക്കുന്ന ഒരു കുറച്ച് ടീംസ് ഉണ്ട്, ഒനിൽ, അഭിലാഷ്, ഞങ്ങളൊക്കെ രാത്രിയിലാണ് കുളിച്ചിട്ട് കിടക്കാം എന്നുള്ള രീതിയിൽ. അപ്പൊ അവർ ബാത്റൂമിൽ പോകുന്നു, ബാക്കി എല്ലാവരും ലിവിംഗിൽ ഇരിക്കുന്നു. പെട്ടെന്ന് ഞാൻ കാണുന്നത് ലക്ഷ്മി ഭയങ്കര ഫ്യൂരിയസ് ആയിട്ട് അങ്ങോട്ട് കിടക്കുന്നു. ഒരു സ്ത്രീയാണോ ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോൾ വെളിയിൽ നിന്നൊന്നും സംഭവിക്കുന്നു, ഇതിനിടയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ മസ്താനോടേക്ക് മസ്താനി പറഞ്ഞു, ഞങ്ങൾക്ക് അന്നൊരു സ്പോൺസർ ടാസ്ക് ഉണ്ടായിരുന്നു, ഒരു ടൈലിന്റെ സ്പോൺസർ ടാസ്ക് ഉണ്ടായിരുന്നു. അപ്പൊ മസ്താനി പറഞ്ഞിട്ട് ഇതുപോലെ എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായി, അപ്പൊ എന്നെ ടച്ച് ചെയ്തതിന്റെ പ്രഷർ എനിക്ക് എന്തോ ഗുഡ് ടച്ച് ആണോ ബാഡ് ടച്ച് ആയിട്ട് ഫീൽ. അപ്പൊ ആരാന്ന് ചോദിക്കുമ്പോൾ പേരും പറയുന്നില്ല, ഇങ്ങനെ കാണിച്ചു ഒന്നിയിലാണ്. ഒന്നിയിലെന്ന് ചോദിക്കുമ്പോൾ എന്താ സംഭവിച്ചപ്പോൾ മസ്താൻ എന്നോട് പറഞ്ഞു വീണതാണെന്ന് അറിയില്ല, വീണ സമയത്ത് എൻ്റെ വയറിലൊന്ന് പ്രസ് ചെയ്തു, അതെനിക്ക് ബുദ്ധിമുട്ടായില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യാം മസ്ത്, നമുക്ക് പോയി ചോദിക്കാന്ന് പറഞ്ഞു. നീ വാ ചോദിക്കാന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്ന സമയത്ത് മസ്താനി, നിങ്ങൾ ആ വീഡിയോ ക്ലിപ്പ് നോക്കി അറിയാം, ഞാനിങ്ങനെ ഡോർ തുറക്കുന്നുണ്ട്, ഗ്ലാസ് ഡോർ തുറക്കുമ്പോൾ തന്നെ മസ്താനി വേണ്ട പോകണ്ട, എനിക്കിത് പ്രൈവറ്റ് ആയിട്ട് സംസാരിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരാൾ പ്രൈവറ്റ് ആയിട്ട് സംസാരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ എനിക്കല്ല ഇത് ഉണ്ടായത്, അല്ലെങ്കിൽ ഉണ്ടായ ഒരാൾ എന്നോട് പറയുവാണെങ്കിൽ എനിക്കിത് പ്രൈവറ്റ് ആയിട്ട് സംസാരിച്ചാൽ മതിയെന്ന്. ദോ ബിഗ് ബോസിൽ നടക്കുന്ന കാര്യങ്ങൾ പ്രൈവറ്റ് അല്ല, പബ്ലിക്കായിട്ട് എല്ലാവരും കാണുമെങ്കിലും ഇത്രയും വലിയ ലെവലിൽ എത്തിക്കാതെ സംസാരിച്ച് നമുക്ക് കുറച്ചൊന്ന് തീർക്കാമായിരുന്നു.
അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കട്ടെ എന്ന് നോക്കുമ്പോൾ കാണുന്നത് ലക്ഷ്മി ഓടിപ്പോകുന്നു, അവിടെ ഇരുന്ന ആൾക്കാരോടൊക്കെ പറയുന്നു ഇവൻ ഇനി ഒരു സ്ത്രീയാണോ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നു. പിന്നെ കാണുന്ന ബാത്റൂമിൽ കയറി ലക്ഷ്മി എന്തൊക്കെയോ കാണിക്കുന്നു. അപ്പോഴും ഞാൻ ബാത്റൂമിന്റെ ഡോറ് ക്ലോസ് ചെയ്തു, കാരണം സൗണ്ട് വെളിയിലേക്ക് വരാതിരിക്കും, ഇവർക്ക് മനസ്സിലാവായിരിക്കും. ബട്ട് സ്റ്റിൽ അത് പിന്നെ നമ്മുടെ കൈ വിട്ടുപോയി, വലിയ പ്രശ്നമായി. ഉറങ്ങി കടന്നവർ വരെ രാത്രിയിലാണ്, ഭയങ്കര രാത്രിയിലാണ് ഉറങ്ങി. എനിക്ക് 1:30 സംതിങ് എന്തോ ആയി. എല്ലാവരും വരുന്നു, അവര് പ്രശ്നമായി, വലിയൊരു പ്രശ്നമാക്കി മാറ്റിയതിൽ ലക്ഷ്മിക്കാണ് പങ്കുള്ളത്, മസ്താനിക്കല്ല. കാരണം മസ്താനിക്ക് എനിക്ക് മസ്താനിയുടെ പല ഐഡിയോളജീസിനോടും സംസാരത്തോടും പ്രവർത്തിയോടും എനിക്ക് ഭയങ്കര വിയോജിപ്പുണ്ട്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ അത് പലരും പറഞ്ഞത് കോണ്ടന്റ് ആക്കണമായിരുന്നു മസ്താനിക്കെന്ന്, അതിനോട് എനിക്കൊട്ടും യോജിപ്പില്ല. അതിനകത്ത് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ലക്ഷ്മി അല്ലാതെ വേറൊരു ചോയ്സ് ഇല്ലായിരുന്നോ ഈ മസ്താനിക്ക് അവിടെ സംസാരിക്കാൻ? അപ്പം ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് കോണ്ടന്റ് ആകും, കോണ്ടന്റ് ആക്കണം എന്നുള്ളൊരു ചിന്ത മസ്താനിക്ക് ഉണ്ടായിരുന്നില്ലേ എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. അത് ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ അതിന് കഴിഞ്ഞിട്ട് മസ്താൻ എന്നോട് പറയുന്നുണ്ട്, ഇത്ര വലിയ പ്രശ്നം വരെ ഞാൻ നിന്നോട് വന്ന് പറഞ്ഞു തന്നെ, നീ ആയിരുന്ന കുറച്ചും കൂടി ഇതിനെ ഒന്ന് ഹാൻഡിൽ ചെയ്തതിന്, മെച്ചുവറായിട്ട് ഹാൻഡിൽ ചെയ്തതിന് മസ്താനി പറഞ്ഞിട്ടുണ്ട്. വേറെ എത്രയോ പേരുണ്ടായിരുന്നു. വേറെ എത്രയോ പേരുണ്ടായിരുന്നു. പക്ഷെ അത് ആ ഒരു ആംഗിളിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല. ചിലപ്പം അങ്ങനെ ആംഗിളിൽ ചിന്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആയിരിക്കാം. ശരിക്കും മസ്താനി എന്ത് ഗെയിം പ്ലാനോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളതെന്ന് തോന്നുന്നത്? എനിക്കൊന്ന് മസ്താനി വന്നതിൽ കുറെ ഇപ്പം ഞാൻ കണ്ട രീതിയിൽ മസ്താനി ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്ന ഒരാളെ പോലെ, എല്ലാത്തിനും മുഖത്ത് നോക്കി സംസാരിക്കുന്ന പോലെ. ആദ്യ വീക്കിലൊക്കെ ശ്രദ്ധിച്ചാൽ മതി, ആദ്യ ദിവസങ്ങൾ ആരെങ്കിലും സംസാരിക്കാൻ പോടാ, ഞങ്ങൾ ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് കളിയാക്കുമായിരുന്നു, മസ്താനിയുടെ ഒരു തഗ് സാധനമുണ്ട് പോടാ ഇങ്ങനെ പറയുന്ന പോലെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ വന്നപ്പോൾ അതൊരു പേഴ്സണൽ അറ്റാക്കിലേക്ക് മാറി. ഇപ്പൊ എല്ലാവരുടെയും ഫാമിലിനെ പറയുക, അല്ലെങ്കിൽ രേണു സുധിയുടെ ഒരു വിധവാ കാർഡ് എന്ന് പറഞ്ഞ് അറ്റാക്ക് ചെയ്യുക. അതിനുശേഷം എനിക്കൊന്നു ഷാനവാസൻ ആണെന്ന് തോന്നുന്നു എന്തോ പറയുന്നുണ്ട്. പിന്നെ അപ്പാനി ശരത്തിനെ പറയുന്നുണ്ട്, വൈഫിന്റെ കാര്യം എന്തോ പറയുന്നുണ്ട്. അതൊക്കെ ഒരു പേഴ്സണൽ അറ്റാക്കിലേക്ക് പോയി. പിന്നെ മാത്രമല്ല ആള് പുറത്തെ കാര്യങ്ങൾ കുറെ അകത്ത് പറഞ്ഞു. കാരണം വൈൽഡ് കാർഡ്സ്, അതെ എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ആർക്കും വാണിംഗ് വന്നിട്ടില്ല. മസ്താനിക്കാണ് ഒരു 3-4 പ്രാവശ്യം വാണിംഗ് വന്നു, പുറത്തുള്ള കാര്യങ്ങൾ പറയരുതെന്ന് 3 പ്രാവശ്യത്തിൽ കൂടുതൽ ബിഗ് ബോസ് അവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആളുടെ ഒരു പ്രൊവോക്കിംഗ് ആണ് സ്ട്രാറ്റജി തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് കുറച്ച് ഭയങ്കര പേഴ്സണൽ ആയി, അത് പാടില്ല. അതേപോലെ തന്നെ അപ്പാനി ശരത്തുമായിട്ട് ഭയങ്കര ഗ്രഡ്ജുള്ള പോലെ, അതായത് പുറത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഇവർ തമ്മിൽ ഭയങ്കര ശത്രുക്കൾ എന്ന പോലെയാണ് അവിടെ വന്നിട്ട് മസ്താനി പെരുമാറിയത്. അപ്പാനി ശരത്തുമായിട്ട് നമ്മൾ പേഴ്സണലി സംസാരിച്ച സമയത്ത് മസ്താനിയുടെ യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ്. നിങ്ങളോട് എന്തെങ്കിലും ഡിസ്കസ് ചെയ്തോ അപ്പാനിയോട് ഇത്രയും വൈരാഗ്യം വരാനായിട്ട്? മസ്താനിക്ക് എന്താ കാരണമുള്ളത്? ഇല്ല, അങ്ങനൊന്നും ഡിസ്കഷൻ നടന്നിട്ടില്ല. ഈവൻ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പ് എനിക്ക് ശരത്തേട്ടൻ പറഞ്ഞിട്ടുണ്ട് 1 മണിക്കൂർ എന്തോ വെയിറ്റ് ചെയ്തിട്ട് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, മസ്താനിക്ക് ഇന്റർവ്യൂ കൊടുത്തിട്ടാണ് പോയതുള്ളത്. അങ്ങനെ ഗ്രഡ്ജിന്റെ കാര്യം എനിക്കും അറിയത്തില്ല മസ്താനിക്ക്. പ്രോബ്ലി അതൊരു ഗെയിം പ്ലാൻ ആയിരിക്കാം മസ്താനി. ശരത്ത് ഔട്ട് ആവുന്നതിന് തലേ ദിവസം രാത്രി മസ്താനി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, അപ്പാനിയെ കൊണ്ട് എന്നെ അടിപ്പിക്കണം, എന്നെ അടിച്ചിട്ട് അപ്പാനി പുറത്തേക്ക് പോകണം. ആ പറയുന്ന സാധനത്തിൽ എത്രത്തോളം മൂർച്ചയുള്ള വാക്കുകളാണെന്ന് പറയുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് ഒരു പ്രശ്നമുള്ള വ്യക്തികൾക്ക് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. ആ സമയത്തൊന്നും നിങ്ങൾ എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം ആരും ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ ടെലികാസ്റ്റിൽ ലൈവിലും എപ്പിസോഡിലൊന്നും കണ്ടിട്ടില്ല. അപ്പം ഞങ്ങളറിയാത്ത പലതും നിങ്ങൾ ഫീൽ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ആ സമയത്തൊന്നും മസ്താനിയോട് സംസാരിച്ചിട്ടില്ല. ഇങ്ങനെ എന്തുകൊണ്ട് നീ ഇത്രയും അധികം ഗ്രഡ്ജ് പുള്ളിയോട് വെക്കുന്നു എന്ന് ചോദിച്ചിട്ടില്ല. സത്യം പറഞ്ഞ ആ കോൺവെർസേഷൻ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് നമുക്ക് അങ്ങനെ തോന്നിയില്ല. ഗ്രഡ്ജ് എന്തുകൊണ്ടാണ് വി തോട്ട് അതൊരാളുടെ നമ്മളിരുന്ന് ഒന്നാമത്തെ കാര്യം വെളിയിൽ നിന്ന് കാണുന്ന പോലെ അല്ല വീടിനകത്ത്. എല്ലാവർക്കും ഓരോ പ്ലാനിങ്ങും കാര്യങ്ങളും ഉണ്ട്. എല്ലാ കണ്ടസ്റ്റന്റിനെ സംബന്ധിച്ച് ഓപ്പോസിറ്റ് ഉള്ള ഒരാളെ ഔട്ടാക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചാളോടെ നിൽക്കും. അതാണ് അവിടെ ഉള്ള എല്ലാവരുടെയും കാര്യങ്ങൾ. അപ്പൊ നോക്കിയ സമയത്ത് ചിലപ്പോൾ മസ്താനി വിചാരിച്ചാണ് ഇങ്ങനെ ആയിരിക്കും, ഫിസിക്കലി വന്നാൽ കൂടെ ഒരാൾ ഔട്ട് ആവുമല്ലോ, നിൽക്കാൻ കൂടുതൽ പറ്റിയെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഞങ്ങൾ അതിന് ഗ്രഡ്ജ് എന്നുള്ള ലെവലിൽ ചിന്തിച്ചിട്ടില്ലായിരുന്നു. അതേപോലെ തന്നെ ഔട്ടായി ശരത്തേട്ടൻ ഔട്ടായി പുറത്തേക്ക് പോകുമ്പോൾ ഭയങ്കര ആഘോഷമായിരുന്നു മസ്താനിക്ക്. സാധാരണ എല്ലാവരും ഒരു വ്യക്തി ഔട്ടായി പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ് എല്ലാവർക്കും. പക്ഷേ ഇത് അങ്ങനെയല്ല കണ്ടത്. പിന്നീട് എപ്പോഴായാലും എന്തിനാണ് നീ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടോ? അതന്ന് ചോദിക്കുന്ന സമയത്ത് എന്തിനാ മസ്താനി അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ മസ്താനി പറയുന്നുണ്ട്, എനിക്ക് ശരത്ത് ഒരു വേർഡ് വിളിച്ചിരുന്നു, അതാണ് എനിക്കത് ഭയങ്കര വിഷമമായി, അത് കാരണമാണെന്നാണ് മസ്താനിയുടെ സൈഡിൽ നിന്ന് പറയുന്നത്. പക്ഷെ എന്നാലും ഈ ഗ്രഡ്ജ് ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ ഇത്രയും ഗ്രഡ്ജ് വെക്കേണ്ട കാര്യമൊന്നും അതിനകത്തില്ല. ഇതിലമ്മി പുറത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടോ ഒന്നുമില്ല. പ്രോബ്ലി എനിക്കൊന്ന് മസ്താനി ടാർഗറ്റ് ആയിട്ട് കണ്ടു കാണും ശരത്തിനെ. അപ്പം മാക്സിമം പ്രൊവോക്ക് ചെയ്ത ആളെ പുറത്താക്കാന്നുള്ള രീതിയിലായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷെ അതൊരു ഭയങ്കര എനിക്ക് അത്രയ്ക്ക് വേണ്ടെന്ന് എനിക്കിപ്പോ ഫീൽ ചെയ്യുന്നുണ്ട്. നിവിനെ നമ്മളെല്ലാരും കാണുന്ന ഒരു ഫൺ ഫാക്ട് ആയിട്ടാണ്. ഭയങ്കര ചില കാര്യങ്ങളൊക്കെ ഭയങ്കര ഫണ്ണാണ്, നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ ഫണ്ണല്ല. മീൻസ് എല്ലാ ഫണ്ണും ഫണ്ണല്ല എന്ന് പറയുന്നത്, ചിലത് ഫണ്ണല്ല. ഫുഡിന് അത്രയും പ്രശ്നം വരുമ്പോൾ
നിവിന് മാത്രം ഇഷ്ടംപോലെ ഫുഡ് കിട്ടുന്നുണ്ട്. എന്തുകൊണ്ട് കിച്ചൺ ക്യാപ്റ്റൻ ആയതിനു ശേഷം അതിനെ ചോദ്യം ചെയ്തില്ല, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്തില്ല? അയ്യോ, നിങ്ങൾ എപ്പിസോഡ് കണ്ടു കാണത്തില്ല. ഞാൻ നെവിനോട് പോയി നമ്മളിങ്ങനെ ഈ ആൾക്കാരെയൊക്കെ മാനേജ് ചെയ്യുന്ന ഇത്തിരി ഒരു ട്രിക്കിയാണ്. ഞാൻ ഫസ്റ്റ് കിച്ചൺ ക്യാപ്റ്റൻ ആയപ്പോൾ ഞാൻ നെവിനോട് പോയി പറഞ്ഞു, നെവിനെ ദൈവത്തെ ഓർത്ത് ശല്യം ചെയ്യരുത്, എനിക്കറിയാം ഇവിടെ ഏറ്റവും കൂടുതൽ നീ ഇവിടുത്തെ കട്ടെടുക്കുന്നത്, എന്റെ ക്യാപ്റ്റൻസിൽ നീ അതൊന്നും ചെയ്യരുത്, നിനക്ക് വേണ്ട ഫുഡ് കാര്യങ്ങളെല്ലാം 3 സമയത്ത് കറക്റ്റിന് തരാം, നീ അല്ലാതെ ചെയ്യുന്നത്. നെവിൻ ഒന്നും എടുത്തിട്ടില്ല. ഇത്രയും നാള് ബിഗ് ബോസിന്റെ ചരിത്രത്തില് ഷുഗർ വീക്കെൻഡ് എപ്പിസോഡ് വരെ നിന്നത് എന്റെ ക്യാപ്റ്റൻസി ഇല്ല. അതിനു മുമ്പ് ഒരു ബുധനാഴ്ച ആകുമ്പോൾ അവിടെ തീരും, പഞ്ചസാര തീർന്നിട്ട് പിന്നെ ബാക്കി എല്ലാവരും പഞ്ചസാര ഇല്ലാതായിരുന്നു കഴിക്കുന്നത്. ഈവൻ ഡ്രൈ ഡേഡ് അന്ന് രാത്രിയിലാണ് ഷുഗർ കംപ്ലീറ്റ്ലി തീരുന്നത്. കാരണം അത്ര ഞാൻ കൺട്രോൾ ചെയ്ത് നിന്നത്. എന്റെ ക്യാപ്റ്റൻസിയിൽ നെവിൻ അങ്ങനെ ഒരു വന്നും കട്ടെടുക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ പൊതുവെ ആൾ അങ്ങനെ എല്ലാം പ്രിവിലേജ് എടുക്കുന്നതാണ്. നെവിൻ മാത്രമല്ല, അവിടെ ആര്യനും ജിസയിലും കിച്ചണിൽ അവർക്ക് ഒരു പ്രിവിലേജ് എടുക്കുന്ന പോലെ എനിക്ക് അല്ല, അത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു പ്രത്യേക പ്രിവിലേജ് ജിസേലിനുണ്ട്. ജിസേലിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആ സാധനം കൊടുക്കുന്നുണ്ട്. അത് കണ്ടു. പക്ഷെ അതിലൊരു കാര്യം ആഡ് ചെയ്യുന്നുണ്ട്, ചില സമയത്ത് നമുക്ക് തന്നിട്ടുണ്ട്. തന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ എനിക്കൊരു സർക്കസ് ടാസ്കിന് പോയപ്പോൾ ഇവര് പ്രത്യേകം ഫുഡൊക്കെ വെച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരു പീസൊക്കെ തന്നിട്ടുണ്ട്. നമ്മൾ അത് കഴിച്ചിട്ട് കുറ്റം പറയുന്നത് തെറ്റല്ലേ. പക്ഷെ ഞാൻ പറഞ്ഞ അതല്ല, അത് പൊതുവെ നോക്കുന്ന സമയത്ത് ഇപ്പൊ വൈകുന്നേരം നമുക്ക് ഭയങ്കര റേഷനാണ് അവിടെ. റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല, തക്കാളി സവാളയൊക്കെ നമ്മൾ എണ്ണി വെക്കും. ഒരു ദിവസത്തേക്ക് 3 എണ്ണം വെച്ചെടുത്താലേ അടുത്ത ദിവസത്തേക്ക് വരത്തുള്ളൂ. ഓയിൽ ഇത്രേ ഉള്ളൂ. അത്ര റേഷനാണ്. ഇപ്പം അവിടെ ഏറ്റവും കൂടുതൽ അടിയെടുക്കുന്നത് ജിഞ്ചർ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ലെമണൊക്കെ അവിടെ ലെമൺ ഭയങ്കര വഴക്കം അവിടെ. അപ്പൊ അത്ര പിടിച്ച് പോകുമ്പോൾ ഇവര് ഫുഡിനോട് അഡീഷണൽ ആയിട്ട് സാലഡ് കഴിക്കുന്ന പോലെ ടൊമാറ്റോ അരിയും ക്യാരറ്റ് എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അത് വേറെ ആരും ചെയ്യാറുമില്ല. അപ്പൊ അതൊരു കുറച്ചൊരു സ്വന്തമായിട്ടൊരു പ്രിവിലേജ് എടുക്കുന്ന പോലെ ഉണ്ട്. ഈ ആര്യനും ജിസേലും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഇപ്പൊ നമ്മൾ ട്രെൻഡ് വേർഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് ആണോ, സിറ്റുവേഷൻഷിപ്പ് ആണോ, അതോ ബെഞ്ചിങ് ആണോ, അതോ അതിലും മേലെ കുറെ വേർഡ്സ് ഉണ്ട്, അതിലേതാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? എനിക്ക് തോന്നുന്നത് വളരെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് ഞാൻ എയർപോർട്ടിൽ ഇറങ്ങി വന്ന സമയത്ത് ഇത്രയും മീഡിയക്കാരുണ്ട്. അവരൊരു 5-6 ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് എന്നോട് ചോദിക്കുന്നത്. അപ്പൊ അതിനിടയ്ക്ക് അനുമോളുടെ കാര്യം ചോദിക്കുന്നുണ്ട്, ആര്യൻ ജിസേൽ റിലേഷൻഷിപ്പ് ബോളിവുഡ് റിലേഷൻഷിപ്പ് ആണ്, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് വരുമ്പോൾ ഞാൻ കൊടുത്ത ആൻസർ നോക്കും. ആ ആൻസർ ഒറ്റയടിക്കുന്നതിൽ എല്ലാം കൂടെ കൊടുത്തപ്പോൾ വന്നത് അനുമോള് പറഞ്ഞ ശരിയാണെന്ന് പറഞ്ഞ രീതി വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ ആ കിസ്സിംഗ് സീൻ നടക്കുമ്പോൾ ഞാൻ അവിടെ ഇല്ല. അനുമോള് പറഞ്ഞ ശരിയെന്ന് വെച്ചാൽ ഇവര് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഇവർക്ക്. ഇപ്പൊ എനിക്ക് അനുമോളോടുള്ള ഒരു സ്പെഷ്യൽ ബോണ്ടിങ് ഉള്ള പോലെ തന്നെ ആര്യനും ജിസേലിനും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ് ഉണ്ട്. കാരണം ഒരാൾക്ക് ഫുഡ് ഇല്ലെങ്കിൽ മറ്റേ ആൾ കൊണ്ടു കൊടുക്കും, അല്ലെ ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ മറ്റേ ആൾ സംസാരിക്കാറുണ്ട്. അല്ലാതെ ഇങ്ങനെ ഒരു ടാഗ് ലൈനിലൊന്നും ഇടാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവർ നല്ലൊരു ഫ്രണ്ട്സ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ശരിക്കും അത് ചോദിക്കാൻ കാരണം ഇന്നലെ ഷാനവാസും അഭിലാഷും ഒക്കെ ആളുടെ ഭാഗത്തുനിന്ന് മോശമായിട്ടുള്ളൊരു ടച്ച്, പ്രവൃത്തി, കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ശരിക്കും ഐഡന്റിറ്റി വെളിപ്പെടുത്താത്ത ഒരു വ്യക്തി, പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് അങ്ങനെ ഒരു മോശം എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റി ഇതാണ്, ചിലപ്പോൾ എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ടാവും എന്ന് പറയാനുള്ള ഒരു ഗഡ്സ് നിവിൻ എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ശരിക്കും ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ സമയമായോ നിവിൻ? എനിക്കതിന് കമൻസ് ഒന്നും പറയാനില്ല. പക്ഷേ ഈ പറഞ്ഞ ഇൻസിഡന്റിൽ എനിക്കൊരെണ്ണം ആഡ് ഉണ്ട്. കാരണം ഇന്നലെ എൻ്റെ പേര് ആദില നോമിനേഷൻ ഇട്ടിട്ട് പറഞ്ഞു പ്രവീണിനെ ഇതുപോലെ മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ടെന്ന്. ഇതിൽ എനിക്ക് ക്ലിയർ കട്ട് ആയിട്ട് കാര്യം പറയാനുണ്ട്. കാരണം ഞാനൊരു ടച്ചി പേഴ്സൺ അല്ല. ബേസിക്കലി ആൾക്കാർ എൻ്റെ കംഫർട്ടബിൾ അല്ലാത്ത ആൾക്കാർ എന്നെ പെട്ടെന്ന് ടച്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരെൻ്റെ മടിയിരിക്കുന്നതൊന്നും എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആളല്ല. കാരണം അങ്ങനെ അത്ര ഫിസിക്കൽ ഇന്റിമസി എനിക്ക് സ്ട്രേഞ്ചേഴ്സുമായിട്ട് പറ്റില്ല. അപ്പം ഞാൻ വീട്ടിൽ ചെന്നിട്ട് 1-2 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ഒരുമിച്ച് ബെഡ് ഷെയർ ചെയ്യുന്നതാണ്, ഒരുമിച്ചാണ് നടക്കുന്നതൊക്കെ. അപ്പൊ അവനെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഹഗ് ചെയ്യും, ചിലപ്പോൾ മടി കയറി പെട്ടെന്ന് ഇരിക്കും, കിടക്കുവാണെങ്കിൽ പെട്ടെന്ന് കിടക്കുകയൊക്കെ ചെയ്യും. അപ്പൊ എനിക്കത് അൺകംഫർട്ടബിൾ ആയിരുന്നു ആദ്യം. പക്ഷെ അത് ഒരിക്കൽ പോലും മറ്റൊരു ആംഗിളിലൂടെ അല്ല. എനിക്ക് ഫിസിക്കലി ഇപ്പം സിമി എൻ്റെ അടുത്ത് ടച്ച് ചെയ്താലേ എനിക്കത് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ആരും എനിക്ക് അത്ര അറ്റാച്ച് അല്ലാത്ത ആരും ടച്ച് ചെയ്താലേ എനിക്ക് ബുദ്ധിമുട്ടാണ്. അല്ലാതെ വേറൊരു ആംഗിൾ അതിനില്ല. അത് ഞാൻ നെവിനോട് പറഞ്ഞിട്ടുണ്ട്, നെവിൻ ഇങ്ങനെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞാൽ അങ്ങനല്ല, ഇങ്ങനെയാന്ന് മനസ്സിലായി. പക്ഷെ ഓവർ ദ പീരീഡ് അവനുമായിട്ട് ഞാൻ കണക്റ്റഡ് ആയപ്പം എനിക്ക് മനസ്സിലായത് അയാളുടെ ലവ് ലാംഗ്വേജ് ആണ്. കാരണം ഇഷ്ടമുള്ള ആൾക്കാർ അവൻ പെട്ടെന്ന് ഹഗ് ചെയ്യും, കിസ് ചെയ്യും, ചിലപ്പോൾ ഓടി ഒന്നും നമ്മൾ ബെഡിൽ കിടക്കുമ്പോൾ നമ്മുടെ മണ്ടയ്ക്ക് വന്ന് കിടക്കും. പിന്നെ അവന് ചുമ്മാ അങ്ങനെ എന്നൊരു ലാംഗ്വേജ് ഉണ്ട്. അത് വന്നിട്ട് ചുമ്മാ ഒന്ന് കെട്ടിപ്പിടിച്ച് കിടക്കും, തലയിൽ പോകും, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ അൺകംഫർട്ടബിൾ അല്ലാത്ത ഞാൻ ഒരിക്കലും പൗഡർ റൂമിലാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ AC ഉള്ളത്. അവിടെ പോയി ഞാനും എവനും കെട്ടിപ്പിടിച്ച് കിടക്കും. കാരണം എനിക്ക് അത്ര കംഫർട്ടബിൾ ആയി അവനുമായിട്ട്. അപ്പൊ ഞാനിത് ആദിലയോട് പറഞ്ഞത്, ഒരു ദിവസം നമ്മളിങ്ങനെ എനിക്കൊന്ന്
എന്തോ ഒരു ഇഷ്യൂ കഴിഞ്ഞിട്ട് ഞങ്ങൾ സംസാരിച്ച സമയത്ത് ആദ്യം എന്നോട് ഒന്ന് ചോദിച്ചു, പ്രവീൺ അങ്ങനെ എന്തെങ്കിലും എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അൺകംഫർട്ടബിൾ ആയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ടായിട്ടുണ്ട്. ഇനിഷ്യൽ ടൈമിൽ 1-2 ദിവസത്തിനുള്ളിൽ ആ ഫിസിക്കൽ ഇന്റിമസി എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിട്ട്, പക്ഷെ ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ അത് അവനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഷാനവാസിന് ആദ്യമായിട്ടുണ്ടായിട്ടുണ്ട്, അവരപ്പൊ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു പറഞ്ഞു. അപ്പൊ പ്രവീണിന്റെ പേര് പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ പേര് പറയണ്ട, കാരണം എനിക്കിപ്പോ പ്രശ്നമൊന്നുമില്ല. പ്രശ്നം ഉണ്ടായിരുന്നത് ഞാൻ എവിനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എവിനോട് പേഴ്സണലി പറഞ്ഞാ ഇങ്ങനെ ആൾക്കാർക്ക് ഒരു ടോക്ക് ഉണ്ട്, യു ഷുഡ് ബി വെരി കെയർഫുൾ. എനിക്കറിയാം നിന്റെ ലവ് ലാംഗ്വേജ് ഇതാണ്, എനിക്ക് അത് നിങ്ങൾക്ക് ലൈവിലോ എവിടെയും കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ലവ് ലാംഗ്വേജ് ഇതാണ്, പക്ഷെ അത് എല്ലാവർക്കും കംഫർട്ടബിൾ ആവണമെന്നില്ല. എനിക്ക് ആദ്യം കംഫർട്ടബിൾ അല്ലാത്ത പോലെ ഇപ്പോൾ ആൾക്കാർ കാണുമായിരിക്കും, നീ ഒന്ന് കെയർഫുൾ ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ജസ്റ്റ് ഒരു ഡിസ്റ്റൻസ് ആണ് എല്ലാവരോടും പറഞ്ഞപ്പോൾ ഹീ സെഡ് എടാ എനിക്ക് ഓർമ്മയുണ്ട് അഭിലാഷ് ഇതുപോലെ ഒരു പ്രാവശ്യം നെവിനോട് പറഞ്ഞിട്ടുണ്ട്, അതിനുശേഷം ഞാൻ അഭിലാഷോട്ട് ഒരു ഡിസ്റ്റൻസ് ഇട്ടാൻ നിൽക്കുന്നതെന്ന് നെവിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം അങ്ങനെ ഒരു കോൺവെർസേഷൻ നടന്നു പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്നലെ ലൈവിൽ അറിയുന്നത് എന്റെ പേര് ഡ്രാഗ് ആയി, എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ടുള്ളത്. അതിൽ ഒരു പാർട്ട് അവര് പറഞ്ഞു, പക്ഷെ സെക്കൻഡ് പാർട്ട് അവർ പറയുന്നില്ല. ഇത്ര അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഞാൻ ഒരിക്കലും പോയിട്ട് നെവിനെ ഹഗ് ചെയ്ത് കിടക്കത്തില്ല, അല്ലെങ്കിൽ നെവിനുമായിട്ട് ഏറ്റവും കൂടുതൽ ഡാൻസ് കളിക്കുക, അല്ലെങ്കിൽ ഓടിപ്പോ അവന്റെ മടി കിടക്കും, അവൻ എന്റെ മടി വന്ന് കിടക്കും. അത് ഭയങ്കര ഒരു എനിക്ക് ഏറ്റവും നല്ലൊരു ബ്രദർലി അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുള്ള സംഭവമാണ് അതില്. അപ്പൊ അതെനിക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചതല്ല അവിടെ ആൾക്കാർ പറഞ്ഞെന്നുള്ള രീതിയിൽ. ഇതുവരെയുള്ള ഗെയിം വെച്ച് നോക്കിയിട്ട് ഒരു ഫൈനൽ 5 വരാൻ സാധ്യതയുള്ള 5 പേരുടെ പേര് പറയാൻ പറഞ്ഞ ആരൊക്കെ പേര് പറയും? ഇപ്പോഴത്തെ ഗെയിം വെച്ച് നോക്കുമ്പോൾ അനീഷ് വരുമായിരിക്കും, അക്ബർ വരും, അനു വരും, ഷാനവാസ് വരും, നൂറ. ഇതിൽ അക്ബറുമായി റിലേറ്റ് ചെയ്തിട്ട് സംസാരിക്കുകയാണെങ്കിൽ ആദില നൂറയെ പറ്റിയിട്ട് അവരുടെ അമ്മ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ലക്ഷ്മി പറയുന്നുണ്ട്. അതായത് ആദിലയോടും നൂറയോടും ഉള്ള സംസാരം കുറയ്ക്കണം എന്നുള്ളതാണ് ലക്ഷ്മി പറഞ്ഞ കാര്യം. ഇപ്പം പ്രവീൺ പുറത്തു വന്ന കോൺവെർസേഷൻ കേട്ട് പോയിട്ടുണ്ട്, അകത്ത് ചെന്നപ്പോൾ അവരെ ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. ശരിക്കും അക്ബറിൻ്റെ ഉമ്മ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? അത് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു പോർഷൻ. പക്ഷെ അതിലൂടെ കരയുന്ന ഒരു പോർഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെ അവര് സംസാരിക്കുമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം അക്ബർ ആണെങ്കിൽ അക്ബറിന്റെ വീട്ടിൽ നിന്നല്ല, എനിക്ക് ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടിരുന്നു അക്ബറിന്റെ ഉമ്മ ഇങ്ങനെ ചെയ്യില്ല എന്നുള്ളത്. ഇപ്പം പിന്നെ ഈ ലക്ഷ്മി പറയുന്നത് കൊണ്ട് ഇപ്പൊ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. ലക്ഷ്മി കോണ്ടന്റിന് വേണ്ടി എന്ത് കാര്യങ്ങളും പറയുന്ന ഒരാളാണ് വ്യക്തിയാണ് ലക്ഷ്മി. എനിക്ക് അവിടെ നിന്ന സമയത്ത് എനിക്ക് അത്രയും ഫീൽ ചെയ്തില്ല. പക്ഷെ പിന്നെ ഇറങ്ങിക്കഴിഞ്ഞ് ചിന്തിക്കുന്ന സമയത്ത് പലതും, ഇപ്പൊ ഫോർ ആൻ എക്സാമ്പിൾ ലക്ഷ്മി ഞങ്ങളോട് അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഉള്ളി കേസിനും തക്കാളി കേസിനും ഒന്നും ഇവിടെ അടിയിടാൻ എനിക്ക് ഒക്കത്തില്ല, എനിക്ക് ഗേൾ ഇഷ്ടമൊക്കെ എന്നെ കൊണ്ട് ഇഷ്ടമല്ല. അങ്ങനൊക്കെ പറയുന്ന ആള് സംസാരിച്ച കാര്യങ്ങളെല്ലാം സൂപ്പർ കോൺട്രവേഴ്ഷ്യൽ കാര്യങ്ങളാണ് സംസാരിച്ചിട്ടുള്ളത്. വലിയ വലിയ കാര്യങ്ങൾ, അത് വെറും അലിഗേഷൻസ് പോലൊക്കെ പോയി ഒരാളുടെ എൻ്റെ ഇമേജിനെ ടാർണിഷ് ചെയ്യുന്ന പോലൊക്കെ സംസാരിക്കുന്ന കാണുമ്പോൾ ഇതൊക്കെ ആളുടെ ഒരു ക്രിക്കറ്റ് ഗെയിമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗെയിമിലേക്ക് പോവാം. ഓ ഷുവർ. ബിഗ് ബോസ് റിലേറ്റഡ് ആണ് സാധനങ്ങൾ. എനിക്ക് ആ രീതിയിൽ ആൻസർ തരണം. അതായത് ഞാൻ കുറച്ച് ആനിമൽസിന്റെ പേര് പറയും, അതേ ക്യാരക്ടറുള്ള മത്സരാർത്ഥി അവിടെ ഉള്ളതിൽ ആരാന്ന് പറഞ്ഞു. ഓക്കെ, അവിടുത്തെ ഏറ്റവും വലിയ കുറുക്കൻ മീൻസ് ശൂത്രശാലി അങ്ങനെയൊക്കെയുള്ള വരുമ്പോൾ അതാരായിരിക്കും? അനീഷ്. കാരണം അതിനൊരു കാരണമുണ്ട്. അനീഷ് പലപ്പോഴായിട്ട് എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ബെഡിലൊക്കെ അനീഷ് ഉറക്കവും കറക്റ്റ് ലൈറ്റ് ഓഫ് ആകുമ്പോൾ അനീഷ് ഒന്ന് കിടന്ന് ഉറങ്ങും. അപ്പൊ ഞങ്ങൾ എല്ലാവരും ബെഡിലിരുന്ന് പതുക്കെ പതുക്കെ സംസാരിക്കും. ഈ കാര്യങ്ങളെല്ലാം അനീഷ് പിന്നെ പറയും. ഈ ടാസ്കിനിടയ്ക്ക് നീ അങ്ങനെ പറഞ്ഞില്ലേ, അത് ഭയങ്കരമായിട്ട് കേൾക്കും. ഫോർ ആൻ എക്സാമ്പിൾ വേറൊന്നുണ്ട്, ഞാൻ കിച്ചണിലിരുന്നോ അല്ലെങ്കിൽ സോഫയിലിരുന്നോ ആരോടെങ്കിലും പതുക്കെ പേഴ്സണലി സംസാരിക്കുന്ന കാര്യം അനീഷ് ഇങ്ങനെ നടക്കും. എന്നിട്ട് അതെല്ലാം കേൾക്കും. നമ്മൾ ഒരിക്കലും അനീഷ് വേറെ എന്തായാലും ആലോചിച്ച് നടക്കുന്നു. പക്ഷെ വേറൊരു സിറ്റുവേഷൻ വരുമ്പോൾ പ്രവീൺ അന്ന് അവനോട് ഇങ്ങനെ ചെവി പറഞ്ഞില്ലേ, പ്രവീൺ ഇങ്ങനെ സംസാരിച്ചില്ലേ, അങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ അവിടുത്തെ ഏറ്റവും വലിയൊരു കുറുക്കൻ അനീഷ. ഓക്കെ, മങ്കി അതായത് ചാടി കളിക്കും, എന്നാൽ കുറച്ച് സമയങ്ങൾ അതായത് തട്ടിപ്പറിക്കാനും റെഡി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് ആരായിരിക്കും? ഒരു ഇന്ന ഫൺ വേ നെവിനാണ്. പക്ഷെ ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്ന റെനയാണ്. കാരണം റെന ഇങ്ങനെ ചാടി എല്ലാ പ്രശ്നത്തിലും തലയിടും, പിന്നെ അത് കഴിഞ്ഞിട്ട് ആളവിടെ പോയി. റെനനെ എല്ലാരും കളിയാക്കുന്നുണ്ട്, നീ കുഞ്ഞു കുട്ടിയാണ്, നീ ഇടയ്ക്ക് വഴക്കുണ്ടാക്കിയപ്പോഴത്തേക്കും പോയി സ്കൂളിൽ പോ അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ? അപ്പം ശരിക്കും റെന സ്കൂൾ കുട്ടിയാകാൻ ഉള്ളതല്ല, എന്തുകൊണ്ടായിരിക്കും റെന ഇങ്ങനെ തട്ടിക്കളിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു കോൺവെർസേഷൻ നടക്കുമ്പോഴോ നമ്മളൊരു സിറ്റുവേഷനും ഒരു ഫൈറ്റിന് വരുമ്പോഴോ അതിനെന്തെങ്കിലും ഒരു ബേസ് വേണം, അല്ലെങ്കിൽ ഞാനുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ഫൈറ്റ് ആയിരിക്കണം. അല്ലാതെ സിമി നടത്തുന്ന ഒരു ഫൈറ്റിൽ എതുവഴിയോ പോയി ഞാൻ നോക്കുമ്പോൾ 4 ക്യാമറ തിരിയുന്നു, എന്നാൽ ഞാനവിടെ കയറിയേക്കാന്ന് പറയുന്നുണ്ട്.
അപ്പൊ റെനെ ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കിയാൽ മതി. റെനയുടെ ഗെയിം സ്ട്രാറ്റജി പ്രൊവോക്കിംഗ് ആണ്. റെന ചെയ്യുന്ന മെയിൻ പ്രശ്നങ്ങൾ, എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് കിച്ചണിൽ നിൽക്കുന്നവരോട് അനാവശ്യമായിട്ടോ ആവശ്യമായിട്ടോ റെനയുടെ ഒരു സ്ട്രാറ്റജിയാണ്, ഗെയിം പ്ലാൻ ആണ്. ആള് ചെയ്യുന്നത് കിച്ചണിൽ നിൽക്കുന്ന ആൾക്കാരെ പ്രൊവോക്ക് ചെയ്യും, സോ ദാറ്റ് ഷീ നോസ് ലൈക്ക് അവിടെയൊക്കെ കോണ്ടന്റ് ഒത്തിരി ജനറേറ്റ് ആവുന്നുള്ള രീതിയിൽ. സോ അത് ആളുടെ ഒരു പ്രൊവോക്കിംഗ് സ്ട്രാറ്റജി ആണ്. അത് പ്രത്യേകിച്ച് അത് റെനയ്ക്ക് ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു ആർഗ്യുമെന്റിലേക്ക്. ചെറിയ സൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചുണ്ട്. ഞാൻ ഇതിന് പറയുന്നേ ഉള്ളൂ, റെന എന്ന് പറയാൻ ജസ്റ്റ് നോയ്സ് ആണ്, ഇറ്റ്സ് നോട്ട് എ വോയിസ്. അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതിലെ സിംഹമാരാണ്? ഞാനാണ് രാജാവ്, ഞാൻ വിൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ഫീൽ ചെയ്യുന്ന അക്ബറാണ്. കാരണം സിംഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഹം കാണും, കുറേ മൃഗങ്ങള് കൂടെ വരും, കുറേ മൃഗങ്ങൾ ഇങ്ങനെ എല്ലാം പേടിച്ച് ജീവിക്കുക. അതേപോലെയാണ് അക്ബർ. അക്ബറിനെ പേടിച്ച് കുറേ ആൾക്കാരുണ്ട് സപ്പോർട്ട് ചെയ്തിട്ട്, പല പല സപ്പോർട്ടിങ് ആക്ടേഴ്സ് ഞാൻ പറയും. ബാക്കി എല്ലാവരും അക്ബറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടിരിക്കും. അക്ബർ അത് അങ്ങോട്ട് പോയി ചാടെന്ന് പറഞ്ഞാൽ ഇവരെല്ലാം അങ്ങോട്ട് പോയി ചാടും. അക്ബറിന്റെ ടീമിന് നിങ്ങളൊരു പേരിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ AMT ഗ്രൂപ്പ് എന്ന് ഞങ്ങൾ ഇട്ടു, അക്ബർ മൂടുതാങ്ങി ഗ്രൂപ്പ് എന്ന്, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ. കടുവ സിറ്റുവേഷൻ വന്നാൽ കടിച്ചു കീറും എന്നുള്ളത്. സിറ്റുവേഷൻ വന്നാൽ കടിച്ചു കീറുന്ന ഒരാള് ഇപ്പൊ അതിനകത്ത് ഞാൻ ആലോചിച്ചട്ടെ. അത് ഷാനവാസിന് കൊടുക്കും. കാരണം ഷാനവാസ് നിങ്ങൾ അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര പെങ്ങളൂട്ടി പാസമാണ്, എല്ലാരെയും സ്നേഹിച്ച് അങ്ങനെ. ഞങ്ങൾക്ക് പ്രഷർക്ക് ഫീൽ ചെയ്യുന്നില്ല, പെങ്ങളൂട്ടി പാസ് അവിടെ വന്നിട്ടില്ല. നിങ്ങൾക്ക് അത് ചിലപ്പോൾ അതങ്ങനെ മനസ്സിലാകത്തുണ്ട്. പക്ഷെ ആദില, നൂറ ഇവരുമായിട്ട് ഭയങ്കര പെങ്ങളൂട്ടി പാസമാണ് അവര് എപ്പോഴും. ഞാൻ എന്നിട്ട് ഒരു പ്രാവശ്യം ക്യാപ്റ്റൻസിൽ നോമിനേറ്റ് ചെയ്തത് ഇങ്ങനെ പറഞ്ഞിട്ടാണ്, ഷാനവാസിന്റെ സ്നേഹം കുറച്ചു പേർക്ക് മാത്രം കൊടുക്കുന്നു, അത് ബാക്കിയുള്ള എല്ലാ ഹൗസ്മേറ്റ്സിനൂടെ തരട്ടെ എന്ന് പറഞ്ഞിട്ട്. ഞാൻ എവിക്റ്റ് ആയി പോയപ്പോഴും ഞാൻ ഷാനവാസിന്റെ ചെവി പറഞ്ഞു, നിങ്ങളുടെ സ്നേഹം എനിക്ക് എപ്പോഴും കിട്ടണമായിരുന്നു, ഇനി എന്തായാലും വെളിയിൽ ഇറങ്ങിയിട്ട് തന്നാൽ മതിയെന്ന്. കാരണം ആളവിടെ ഒരു പെങ്ങളുട്ടി പാസ് അവിടെ നടത്തുന്നുണ്ട്. അപ്പം പക്ഷെ എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത്രയും കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടുള്ള മനുഷ്യൻ ഒരു ഫൈറ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അലറി വിളിച്ചുകൊണ്ട് നിന്റെ അവരെ പോയി വിളിയടാ, നിന്റെ ബാഡ് വേർഡ് യൂസ് ചെയ്തിട്ട്, പിന്നെ ആൾക്കൊരു അമ്മാവൻ ഒരു തോട്ടുള്ള ആളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എന്തും കണ്ട് കടിച്ചു തീർന്ന ആള് കടുവയായിട്ട് ഷാനവാസ്. ഓക്കെ. പുലി എടുത്തു ചാടി വഴക്കുണ്ടാക്കുന്ന, അതായത് നമ്മുടെ പുറത്തേക്ക് വന്ന് വഴക്കുണ്ടാക്കുന്ന ഒരു വ്യക്തി ആരായിരിക്കും? പുറത്തോട്ട് അങ്ങനെ ഒരാള്, പുലിയായിട്ട് അങ്ങനെ ഒരാൾ അവിടെ ഇല്ല. ഒരു എടുത്തു ചാടി അങ്ങനെ വഴക്കുണ്ടാക്കുന്ന ആൾക്കാരില്ല. അനീഷിനെ, അപ്പോൾ അനീഷിന്റെ ചില പ്രവൃത്തികൾ കണ്ടിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അല്ല, അനീഷ് സംസാരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും കയറി അനീഷ് അങ്ങനെ ഇടപെടാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അനീഷുമായിട്ട് ബന്ധമില്ലാത്ത ഒരു പ്രശ്നം വന്ന് അനീഷ് ഇങ്ങനെ ഇരിക്കും. അനീഷ അങ്ങോട്ട് നോക്കത്തില്ല, ഇങ്ങോട്ട് നോക്കത്തില്ല, അങ്ങനെ ഇരിക്കും. പക്ഷെ അനീഷിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളെന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അനീഷ് ഭയങ്കരമായിട്ട് സംസാരിക്കാറുണ്ട്. ഒരു കോഴിയമ്മ ഫീൽ, അതായത് ഞാനും എൻ്റെ മക്കളും എന്ന് പറഞ്ഞിട്ട് ചെറിയനുള്ളിൽ ഒളിപ്പിച്ച് നടക്കുന്ന അങ്ങനത്തെ ഒരാളുണ്ടാവും. അങ്ങനത്തെ ആള് ഞാൻ പറയുന്നത് ഷാനവാസിനെ പറയും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ നടത്തില്ല, ഷാനവാസ് അങ്ങനെ ഒരു കോഴിയമ്മയാണ്. കാരണം ഞാൻ എൻ്റെ കൂടെ എൻ്റെ ഈ മക്കളെ എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യണം, എടി നീ ചെയ്ത തെറ്റാണ്. ഇപ്പൊ ഇവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വിളിച്ച് ബീൻ ബാഗ് ഇരുത്തിയിട്ട് ഫുൾ അവർക്ക് പറഞ്ഞു കൊടുക്കും, ഉപദേശിക്കും, നീ അത് ചെയ്ത തെറ്റ്. ഫോർ എക്സാമ്പിൾ അനുവിന്റെ ആ ഒരു പുതപ്പിന്റെ വീഡിയോ ലാലായിട്ട് ഇട്ട സമയം ശ്രദ്ധിച്ചാൽ മതി, ഷാനവാസ് ഇരുന്ന് അവരോട് സംസാരിക്കുന്നുണ്ടോ, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ, ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ. അപ്പം നോക്കുവാണെങ്കിൽ ഷാനവാസ് അങ്ങനെ ഒരു കോഴിയമ്മ ആണ്. ഒരു കഴുത, എല്ലാവരും ഭാരം ചുമക്കുന്ന ഒരു കഴുതയായിട്ട് ഫീൽ ചെയ്തു. ആദ്യം കഴുതെന്ന് പറഞ്ഞ ഞാനായിരുന്നു ഈ സർക്കസ് ടാസ്കില്. ഞാൻ അതിങ്ങനെ വായിച്ചു, ഭാരം ചുമക്കുന്ന കഴുത. എന്നിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇവന് ഇനി ടീം എനിക്ക് വല്ല പണി തന്നാണോ, ഇങ്ങനെ പ്രത്യേകം എഴുതി വെച്ചു, ഭാരം ചുമക്കുന്ന കഴുത. അപ്പൊ അത് ഞാൻ എനിക്ക് തന്നെ കൊടുക്കില്ല, ഞാൻ അങ്ങനെ കൊടുക്കുന്നില്ല. ഞാൻ പറഞ്ഞു ഇപ്പൊ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഭാരം ചുമക്കുന്ന കഴുതയായിട്ട് ഇപ്പൊ അവിനത്ത് ആര്യനെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ആര്യൻ പ്രത്യേകിച്ച് ഒരു ജിസേലിന്റെ ഒരു ഭാരം ചുമക്കുന്ന, കാരണം ജിസേൽ ഈസ് എ ഗുഡ് ഗെയിമർ, സംസാരിക്കാൻ അറിയാം, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ജിസേലിന് എക്സ്പീരിയൻസ് ഉണ്ട്, ബിഗ് ബോസ് ഷോയിൽ തന്നെ പങ്കെടുത്ത എക്സ്പീരിയൻസും ഉണ്ട്. അതെ, അപ്പൊ എനിക്ക് പലപ്പോഴായിട്ട് ആര്യൻ ജിസേലിന്റെ ഒരു ഷാഡോ ആയിട്ട് മാറുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അവർ നല്ല ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെയാണ്, പക്ഷെ ഒരു ഇൻഡിവിജ്വൽ ഗെയിമർ എന്നുള്ള രീതിയിൽ ആര്യൻ അവിടെ എനിക്ക് അത്ര തോന്നിയിട്ടില്ല. പാമ്പ്, അതായത് വിഷം ചീറ്റുന്ന. അത് ഞാൻ എന്റെ വെനമോൾക്ക് തന്നെ കൊടുക്കും. അത് അനു ആണ്. കാരണം വെരി സിമ്പിൾ എക്സാമ്പിൾ, അനു പല സിറ്റുവേഷൻ, ഞാൻ എന്റെ ഇൻസിഡന്റ് എടുക്കാം. ഞാനും നെവിനുമായിട്ട് സർക്കസ് ടാസ്ക് നടക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു കുഴപ്പമില്ല, കുറച്ചു നേരം കിടക്കാന്ന് പറഞ്ഞ് പൗഡർ റൂമിൽ പോയി കിടക്കും. കിടന്ന സമയത്ത് അനു ഓടി വരും. അനു പറഞ്ഞ് എഴുന്നേക്ക് എടുക്കും. ഞാൻ പറഞ്ഞു അനു മിണ്ടായിരിക്കും, ബിഗ് ബോസ് ഇപ്പൊ കേൾക്കും, എന്തായാലും കാണുന്നുണ്ടായിരിക്കും, നീ ആയിട്ട് പറഞ്ഞ് കൊടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അനു ചവിട്ടി ബിഗ് ബോസ് ഇവർ ഉള്ള ക്യാമറയുടെ എല്ലാം മുമ്പിൽ പോയി പറഞ്ഞു. ബിഗ് ബോസ് അപ്പൊ അനൗൺസ് ചെയ്തു, ഇത് 24/7 ആൾക്കാർ കാണുന്നതാണ്, നിങ്ങൾ രണ്ടോട്ട് ഇങ്ങനെ കിടന്നുറങ്ങരുത്, ഇത് റിസോർട്ട് അല്ല എന്ന് പറഞ്ഞു. പിന്നെ അതെ, എന്നാൽ ആ അനു തന്നെ അപ്പുറത്ത് ആര്യനും
അവർ കിടന്നുറങ്ങി അവരെ പിടിക്കത്തില്ല. അല്ല, അനുമോള് ചില സമയങ്ങളിൽ ആര്യനെയും ജിസനെയും പേടിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? പേടിക്കുന്നതല്ല, ഇവർക്കെല്ലാം തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. നിങ്ങൾ ഇപ്പം അക്ബറും ഷാനവാസും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റൈവലറി ആണെങ്കിൽ കൂടെ അവർ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ആ കോണ്ടന്റ് വരുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ അടി ഉണ്ടാക്കാം. അനീഷും ഷാനവാസും ഫ്രണ്ട്ഷിപ്പ് ഒക്കെയാണ്. ഇപ്പൊ എല്ലാവരും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ദേഷ്യം ഇപ്പൊ ഞാനും റെനയായിട്ട് ഏറ്റവും കൂടുതൽ അടിയുണ്ടായിരുന്നു. ടു ബി ഓണസ്റ്റ് ഞങ്ങൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യും. നമ്മൾ സംസാരിക്കുന്നതല്ല, അടി ഉണ്ടാക്കുമ്പോൾ ഇപ്പൊ വരും, എനിക്കൊരു കോണ്ടന്റ് കൊടുക്കുക, അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ വരുമ്പോഴേ അറിയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അനു അങ്ങനെ തന്നെ വേറൊരു എക്സാമ്പിൾ ഉണ്ട്. ഞാൻ ഇറങ്ങുന്നതിന് തലേദിവസം ജയിൽ ടാസ്കിന്റെ ടൈമിൽ കിടക്കുമ്പോൾ ആദില കിടക്കുകയാണ്. അപ്പൊ അനീഷ് വന്ന് പറയുന്നുണ്ട്, നീ ഇത് ക്ലീൻ ചെയ്യണം, നീ ഇത് വെസൽ ക്ലീൻ ചെയ്തിട്ടില്ല, വെസൽ ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പൊ അനീഷേട്ടന് ഇപ്പൊ എങ്ങനെ മനസ്സിലായെന്ന് പറഞ്ഞാൽ പറഞ്ഞു, അനു എന്നോട് കംപ്ലൈന്റ് ചെയ്തു. അനു അതിലൂടെ ക്ലോസ് ഫ്രണ്ട് ആണ്. അപ്പൊ അനു പറഞ്ഞു ഞാൻ തമാശക്ക് പറഞ്ഞാണെന്ന്. എന്നാ പിന്നെ നമ്മൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല, അനീഷിന്റെ സ്വഭാവം അറിയാം. അപ്പൊ തന്നെ ഞാൻ അവിടെ കിടന്നോണ്ട് പറയുന്നുണ്ട്, വെനമോള് ചീറ്റി തുടങ്ങി ഒരു ഫണ്ണാണ് പറ്റിയ ഉറുമ്പ്. അതായത് ചെറുതാണ്, എന്നാൽ കടി കിട്ടിയാൽ കുറച്ചു നേരം നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യുന്നവരാണ്. അത് ഞാൻ ബിന്നിക്ക് കൊടുക്കും. കാരണം ബിന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ എന്നാലും നമ്മൾ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കാൻ പിന്നെ നല്ല ഫ്രണ്ടാണ് അതിനകത്ത്. കാരണം കഴിഞ്ഞ ലാസ്റ്റ് വീക്ക് ഞങ്ങൾ ഒരു കിച്ചൺ ടീമിലായിരുന്നു, അപ്പൊ കുറെ സംസാരിച്ചു. പക്ഷെ ഈ കുത്തിത്തിരിപ്പുള്ളത് കൊണ്ട് ചെറിയൊരു കടിയൊക്കെ അവിടെ ഇവിടെ കൊടുത്തിട്ട് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഒന്ന് ഊതിപ്പെരിപ്പിക്കാൻ നോക്കാറുണ്ട്. സോ ബിന്നി ആയിരിക്കും അത്. ഗെയിം ഇവിടെ നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. കാരണം ഞാൻ ചിന്തിക്കാത്ത രീതിയിലുള്ള കുറെ പേരുകൾ ഇട്ട് കൊടുക്കാൻ പറ്റി, അത് അടിപൊളിയായിരുന്നു. ഇപ്പൊ ബിഗ് ബോസ് ഷോ കഴിഞ്ഞു, പഴയനെ കഴിഞ്ഞ് കുറച്ചും കൂടെ ആളുകളിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് നെക്സ്റ്റ് ലൈഫ് പ്ലാൻ? ലൈഫ് പ്ലാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അടുത്തായിട്ട് ഞാനൊരു ബിഗ് ബോസിലും പറഞ്ഞിട്ടുണ്ട്, ഒരു മാർക്കറ്റിംഗ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ട്. അത് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പേ ഉള്ള പ്ലാൻ ആയിരുന്നു. അത് ഇനി അതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഇപ്പൊ ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പ് വരെ അങ്ങനെ ആക്ടിങ്ങിനോടൊന്നും താല്പര്യമില്ലായിരുന്നു. പക്ഷെ അവിടെ കുറെ ടാസ്കുകളും അതൊക്കെ ചെയ്തപ്പം നമുക്കൊരു താല്പര്യമുണ്ട്. അപ്പൊ ഇനി അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ അത് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഈ അക്കാഡമി അല്ലാതെ ഒരു ബിഗ് ഡ്രീം എന്തായിരിക്കും? അതാണ് ഇപ്പോൾ ഉള്ളൊരു ബിഗ് ഡ്രീം, വേറൊന്നും പ്രത്യേകിച്ചില്ല. എന്റെ ഏറ്റവും വലിയ ബിഗ് ഡ്രീം, നമുക്കൊരു ബക്കറ്റ് ലിസ്റ്റ് കാണുമല്ലോ, അതിലെ ഫസ്റ്റ് ബിഗ് ബോസിൽ പോവാന്നുള്ളതായിരുന്നു. അത് ഞാൻ ടിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളിലും ഇരിക്കുകയാണ്. ഫാമിലിയുടെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു തിരിച്ചു വന്നതിന് ശേഷം? ഞാൻ ഫാമിലി നമുക്ക് എയർപോർട്ടിൽ വെച്ചിട്ടാണ് നമുക്ക് ഫോൺ കിട്ടുന്നത്. അപ്പോൾ ആരും കോൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇവിടുന്ന്, കാരണം നമ്മുടെ എപ്പിസോഡ് എയർ ആയിട്ടേ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് കോളുകൾ വരുന്നുണ്ടായിരുന്നു, എടുത്തില്ല. ലാൻഡ് ചെയ്ത ഉടനെ തന്നെ ഞാൻ വിളിച്ച സമയത്ത് അവർ ഭയങ്കര കരച്ചിലായിരുന്നു. കാരണം അവർക്കറിയാം ഞാനിതിന് ഭയങ്കര ഇഷ്ടപ്പെട്ട് കയറിയത്. അവർ വിചാരിച്ചു എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളത്. പക്ഷെ നമ്മൾ ഇറങ്ങി കഴിഞ്ഞ് കുറച്ചായപ്പോഴത്തേക്ക് നമുക്ക് ആ വിഷമവും കാര്യങ്ങളൊക്കെ മാറി. ഇപ്പൊ അവരെല്ലാം കൂളായി, അവർക്ക് ഒത്തിരി ഹാപ്പിയായി. കാരണം ഞാൻ വരുന്ന ഒരു സ്ഥലത്തുനിന്ന് എന്റെ ഒരു ബ്ലഡ് ലൈനിൽ തന്നെ ടി വിയിൽ വരുവോ അല്ലെങ്കിൽ ലാലേട്ടന്റെ അടുത്ത് എത്താനൊക്കെ പറ്റുമെന്ന് പറഞ്ഞ ഒരേ ഒരാൾ ഞാൻ തന്നെ. അപ്പൊ അതിൽ ഭയങ്കര പ്രൗഡ്. എനിക്കൊന്ന് ഫാമിലിയും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണമായിരുന്നു എന്നുള്ളതല്ലേ ഇന്റർവ്യൂല്. അതെ 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 അതെ, അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഈ പ്രവീൺ എവിക്റ്റ് ആയ സമയത്തെ എപ്പിസോഡൊക്കെ ഭയങ്കര ഫയർ ആയിരുന്നു. ലാലേട്ടൻ ഫയർ, ഇതാണ് ഞങ്ങൾ കാണാൻ പ്രതീക്ഷിച്ച ലാലേട്ടൻ എന്ന് പറയുന്നുണ്ട്. ശരിക്കും ലാലേട്ടൻ ശരിക്കും കണ്ടതിൽ വെച്ച് കുറച്ചുകൂടെ ഫയർ ആയിട്ട് തോന്നിയോ? ഡെഫിനറ്റ്ലി. നിങ്ങൾക്കത് മനസ്സിലായി. ഈ എവിക്ഷൻ എപ്പിസോഡ് അന്ന് രാവിലെ ഇടുന്ന പാട്ട് നമ്മുടെ തീം മ്യൂസിക് ആണ്. അല്ലാത്തപ്പം സിനിമ പാട്ടുകൾ ഇടാറുള്ളത്. ആ തീം മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ നെഞ്ചിൽ ഇടിപ്പാ, ഇന്ന് ലാലേട്ടൻ വരുമല്ലോ എന്ന്. കാരണം ലാലേട്ടൻ നിങ്ങൾ വിചാരിക്കുന്നവരല്ല, അത്ര ഫയർ ആയിട്ടാണ് നിൽക്കുന്നത്. നമ്മളിങ്ങനെ വിറച്ച് എഴുതുന്നത്, നമ്മുടെ പേര് വിളിച്ച് അപ്പം വേറെ തുടങ്ങും എന്താന്നുള്ളത്. പക്ഷെ ഞാൻ എവിക്റ്റായി എത്തിയപ്പം, സ്റ്റേജിൽ എത്തിയപ്പം എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെക്കാട്ടി കുറച്ചുകൂടെ ടൈം എനിക്ക് തന്നു. എന്നോട് കുറെ സംസാരിച്ചു. നല്ലൊരു ഗെയിമർ ആണെന്ന് ലാലേട്ടന്റെ വായന്ന് എനിക്ക് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു, ബാക്കി എല്ലാ കണ്ടസ്റ്റൻസിനും എൻട്രി സമയത്ത് ലാലേട്ടന്റെ മുമ്പിൽ ഒന്ന് ഹഗ് കൊടുത്തിട്ട് പോകാൻ പറ്റി. എനിക്കതില്ലായിരുന്നു, കാരണം നമ്മൾ ഡയറക്റ്റ് കയറുമായിരുന്നു. എക്സിറ്റ് ആയപ്പോൾ ഞാൻ ഭയങ്കര ടൈറ്റ് ഹഗൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. ലാലേട്ടൻ എല്ലാ സീസണിനെക്കാട്ടിലും അടിപൊളിയായിട്ടുണ്ട്, നല്ല ഫയർ ആയിട്ടാണ്. കണ്ടസ്റ്റൻസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. അതേപോലെ തന്നെ പുറത്ത് ഒത്തിരി ചർച്ച ചെയ്തത് ലാലേട്ടൻ ഓരോ വീക്കിലും വരുമ്പോൾ ഉള്ള കോസ്റ്റ്യൂംസ് ആണ്. നിങ്ങൾ ആ ഫീൽ നിങ്ങൾ നേരിട്ട് കാണുന്ന ആൾക്കാരാണ്, എങ്ങനെയുണ്ട് ലാലേട്ടൻ്റെ? അടിപൊളി. നമുക്കൊരു ലൈറ്റ് ഡിം ആയിട്ടാണ് പെട്ടെന്ന് സ്ക്രീനിലേക്ക് മ്യൂസിക് പ്ലേ ചെയ്യും. അപ്പൊ ഞങ്ങൾ എഴുന്നേക്കുന്ന സമയത്ത് ഞങ്ങൾ എപ്പോഴും ആയിരിക്കും ലാലേട്ടൻ ഇന്ന് എന്ത് ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. കാരണം ഈ ഇയറിലെ ലാലേട്ടൻ അടിപൊളി കോസ്റ്റ്യൂമാണ്, ലുക്ക് തന്നെ ഭയങ്കര വൈബ്. ഞങ്ങൾ ആദ്യം പറയുന്നത് അതായിരിക്കും, ലാലേട്ട അടിപൊളി ഡ്രസ്സ് എന്ന്. അടിപൊളിയാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ ഞാൻ കേട്ട ഒരു സംഭവം, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ചർച്ച ചെയ്ത ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ലാലേട്ടനെ നിങ്ങൾ ആരും റെസ്പെക്ട് ചെയ്യുന്നില്ല, വിളിച്ചാൽ വരാൻ കുറച്ച് ലേറ്റ് ആവുന്നു, ലാലേട്ടൻ വരുമ്പോൾ ഇരുന്ന് നിവിനൊക്കെ ഭക്ഷണം കഴിക്കുക എന്നൊക്കെ. നമ്മൾ അത്രയും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ലാലേട്ടൻ.
എന്താണ് അവിടെ സംഭവിക്കുന്നത്? നിങ്ങൾ എന്താണ് ലാലേട്ടനോട് ഇങ്ങനെ പെരുമാറുന്നത്? പക്ഷെ ഞാൻ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ഞാൻ ആകെ 2 വീക്സ് നിന്നിട്ടുള്ളൂ. ആദ്യത്തെ വീക്കിൽ നമ്മൾ ഓക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ എവിക്റ്റ് ആവുന്ന വീക്കിൽ കുറച്ച് ഡിലേ അവിടെ ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടൻ വന്നിട്ട് പറഞ്ഞു, ഓ ഞാൻ നേരത്തെ വന്നതിന് സോറി എന്ന് ലാലേട്ടൻ പറഞ്ഞു. കാരണം അങ്ങനെ ഒരു റെസ്പെക്റ്റ് ഇല്ലായ്മയല്ല, ടു ബി ഓണസ്റ്റ് അത് കോർഡിനേഷൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം. എല്ലാവരും പെട്ടെന്ന് വരണം, ടീമിൽ എല്ലാവരും ഒരുമിച്ച് വന്നിരിക്കണം. എന്നാൽ നേരത്തെ വന്നിരിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ എപ്പിസോഡാണ്, പെട്ടെന്ന് റെഡിയായി വന്നിരിക്കേണ്ട ആൾക്കാരുണ്ട്. എന്നാൽ ചില ആൾക്കാർ വരുന്നില്ല. ഇപ്പൊ ബ്രേക്ക് പറഞ്ഞാൽ പെട്ടെന്ന് കഴിക്കാൻ പോവും, വെള്ളം കുടിച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ട്. അതൊരു അങ്ങനെ. ഇപ്പൊ നിവിന് ഒരു തവണ ഭക്ഷണം വായിൽ വെച്ചോണ്ടിരിക്കുക, അപ്പം ലാലേട്ടൻ തന്നെ പറഞ്ഞു ഭക്ഷണം ഇറക്കിയിട്ട് സംസാരിച്ചാൽ മതി എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബിഗ് ബോസ് വിളിച്ചാൽ നിങ്ങൾ വരാൻ വൈകുന്നു, വിളിക്കുന്ന കേൾക്കുന്നില്ലേ? അത് എന്നുവെച്ചാൽ അത് സത്യമാണ്. കാരണം പലപ്പോഴും ബിഗ് ബോസിന് ദേഷ്യപ്പെട്ടിട്ടുണ്ട്, നിങ്ങളെ കൊണ്ട് ഞാൻ മടുത്തു, അല്ലെങ്കിൽ അങ്ങനെ എന്തോ ലൈനിൽ സംസാരിച്ചിട്ടുണ്ട്. കാരണം പുള്ളി ഞാൻ ഇല്ലാത്ത സമയത്താണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒരു കൊടി കുത്തുന്ന ടാസ്ക് ഉണ്ടായിരുന്നു. അതിലാണെ ബസർ ഒരു പ്രാവശ്യം അടിച്ചു, നിർത്തുന്നില്ല, 5 പ്രാവശ്യം ലാസ്റ്റ് നീട്ടി പ്രസ് ചെയ്ത് അടിച്ചുകൊണ്ടിരുന്നു. അതൊരു റെസ്പെക്റ്റ് ഇല്ലായ്മയാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അതിനകത്ത് കയറുമ്പോൾ ഗെയിം ഒക്കെ ആകുമ്പോൾ നമ്മൾ പിന്നെ എല്ലാം അങ്ങ് മറന്നുപോകും. അപ്പം ആ ഒരു രീതിയിലാണ്. പിന്നെ ചിലപ്പോൾ ആർഗ്യുമെന്റ് വന്നു കഴിയുമ്പോൾ ബിഗ് ബോസ് പറഞ്ഞാൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കത്തില്ല, പകരം നമ്മൾ ആ ആർഗ്യുമെന്റിലേക്കായി പോകും. അതാണ് ആ സംഭവം. ഓക്കെ, അപ്പം ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. ഇനി എന്തായാലും എല്ലാ ഡ്രീംസും സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സിമി, താങ്ക് യു സോ മച്ച്. താങ്ക് യു.